പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കോടതിയിലെ ബാക്കി കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഒരു പരിധി കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യും. താല്പര്യമില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ അഡ്വക്കേറ്റ് മാത്രം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. മീഡിയയോട് ഇപ്പൊ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പറയും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പിന്നെ തെളിയിച്ച് പുറത്തു വരേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. താങ്ക് യു. പൊതുജനത്തോട് ഞാൻ എന്ത് പറയാനാ? മാധ്യമങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ എഴുത്, പറയാനുള്ളതങ്ങ് കോടതിയിൽ പറഞ്ഞോളാം എന്ന് ഇത്രയധികം അമ്പലം മുഖ്യ ആരോപണങ്ങൾ, ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുമ്പോഴും അല്പം പോലും കൂസാതെ ആ ജനത്തിന്റെ മുഖത്തെ കാട്ടുന്ന പോറ്റിയ ആ തെല്ലും പുല്ലും ഒടുക്കത്തെ കോൺഫറൻസിൽ തെറ്റു പറയാവുന്നതല്ല. കാരണം ആ ബ്രോക്കറേജ് തൂക്കിവെക്കലിൽ ഇക്കണ്ട ക്രമക്കേടുകൾക്ക് അത്രയും മറുപടി കോടതിയിൽ പോറ്റി സമക്ഷം ഒരു വജ്രായുധമുണ്ട്. 2019 സാക്ഷാൽ ദേവസ്വം ബോർഡ് അടിച്ച് കയ്യിൽ കൊടുത്തൊരു ഉത്തരവാണ്. ആ UB ഗ്രൂപ്പിന്റെ മേധാവി വഴിപാടായി കൊടുത്ത 30 കിലോ സ്വർണം പൊതിഞ്ഞ കൂട്ടത്തിലുള്ള ആ തങ്കപ്പാളി പകൽവട്ടത്തിൽ ചെമ്പാക്കി തുടങ്ങിയതാണ്. കൊള്ളപ്പണിക്ക് ഗൂഢാലോചന. ആ ദ്വാരപാലക പാളികൾ മാസം ഒന്ന് കയ്യിൽ വെച്ച് അയാൾക്ക് തോന്നിയവാസം ഫ്രീ ഹാൻഡ് കൊടുത്ത ഉത്തരവിന്റെ ഉത്തരവാദികൾ ദേവസ്വം ബോർഡും അതിന്റെ പൊളിറ്റിക്കൽ നോമിനി അധ്യക്ഷനുമാണ് ആദ്യ കൾപ്പിറ്റ്. അത് കഴിഞ്ഞേ ഉള്ളൂ സാറേ. ഇടനിലക്കാർ, അവതാരങ്ങൾ, ഏതോ പോറ്റിയൊക്കെ ചേർന്ന ആ പ്രതിപ്പട്ടിക. ഞാൻ ഭരിച്ച 3 വർഷങ്ങൾ ഒരു എടാകൂടവും ഉണ്ടായില്ല. ഒരു സ്വർണ്ണപ്പാളിയും ആരും കൊണ്ടുപോയില്ലെന്ന് G. സുധാകരന്റെ ഒളിയമ്പ് കോൺഗ്രസ് ഭരണകാലത്തേക്കല്ല, അത് പിൻഗാമികൾക്ക് നേരെയാണ്. CPM മന്ത്രിമാർ കടകംപള്ളിക്കും വാസവനും നേരെയാണ്. അറ്റകുറ്റപ്പണിപ്പേരും പറഞ്ഞ് സാമഗ്രികൾ മലയിറക്കി കടത്തൽ തെറ്റാണ്, ചട്ടവിരുദ്ധമാണ്, മാനുവൽ ലംഘനം എന്ന് പറയുന്നത് മാപ്രകളല്ല. CPM നേതാവാണ് അനന്തഗോപൻ. ഉടനെ വന്നു സ്വർണം ചെമ്പായ കാലത്തെ അധ്യക്ഷന്റെ മറുപടി, എല്ലാം മാനുവൽ പ്രകാരമെങ്കിൽ നടത്തിയ വിദേശയാത്ര ഏതു മാനുവൽ പ്രകാരമെന്നാണ് കുറ്റടി. അങ്ങനെ ഒളിയമ്പ് ഇത് കൂടാരത്തിലെ നേതാക്കൾ ചക്കളത്തിപ്പോരെങ്കിൽ പോറ്റി ഒറ്റക്കെല്ലാം ചെയ്തെന്ന് ആരോടായി പറയുന്നേ? മോഷണമെന്ന് വിളിച്ചാൽ പോരാ. നിഷ്കളങ്ക വിശ്വാസികളുടെ വഞ്ചനാ വാർത്തകൾ, കാട്ടുകൊള്ളയുടെ ഡീറ്റെയിൽസ് ഓരോന്നായി പുറത്തു വരുമ്പോഴും അയ്യപ്പ സംഗമത്തിന് ബദൽ സംഗമക്കാർക്കടക്കം ഒരു സാമട്ടാണ്. ആർക്കും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഒരു പ്രതിഷേധം വേണ്ട. ചട്ടപ്പടി വാർത്താക്കുറി അപ്പുറം രോഷങ്ങളില്ല. പെരുന്നയിലെ സമദൂരക്കാരനും വെള്ളാപ്പള്ളിക്കൊന്നും ഒരുതരം മിണ്ടായ്മയാണെങ്കിൽ ആ പോറ്റിയും മാഫിയ സംഘവും ചില്ലറക്കാരല്ല. കയ്യോടെ പിടിച്ചപ്പോൾ അധ്യക്ഷന്റെ കുറ്റസമ്മതം ഉദ്യോഗസ്ഥ പിഴവാണത്ര. എന്തോന്ന് പിഴവെന്നാണ് ആ ശാസ്താവിന്റെ കാവൽക്കാരെ കട്ടുമുടിക്കൽ കണ്ടുപിടിക്കാൻ കഴിവുകെട്ട സംവിധാനമെങ്കിൽ അതേ അവതാരത്തിന് പിന്നെയും പരവതാനിയെങ്കിൽ PS പ്രശാന്തെ രാജിവെച്ചിറങ്ങിപ്പോ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കേസിന്റെ കാര്യം ഹൈക്കോടതിയിൽ ഇരിക്കുന്നതാണ്. ഹൈക്കോടതി ഇതിന് ഡോക്യുമെന്റുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യും. എന്റെ പക്ഷം, എന്റെ ഭാഗം ശരിയോ തെറ്റെന്ന് കോടതി തീരുമാനിക്കും. ദേവസ്വം വിജിലൻസ് അതിന്റെ അന്വേഷണമൊക്കെ നടത്തി അതിന്റെ കുറ്റക്കാരും തെളിവും ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കുന്ന സമയം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ലൈവായിട്ട് ഒരു മറുപടി ഞാൻ തരാം. ഞാനൊരു തെറ്റുകാരനല്ല, എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഒരു സ്വകാര്യത എന്നുള്ള രീതിയിലുള്ള ഒരു അന്തസ് കീപ്പപ്പ് ചെയ്യാനുള്ള അവസരം മീഡിയ എല്ലാവരും എനിക്ക് തരണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ശ്രീ രാജു പി നായർ, ശ്രീ VS ജിതിൻ ദേവ്, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ രാജു പി നായരിലേക്ക് പോകുന്നു. രാജു പി നായർ, ഈ ദിവസങ്ങളിൽ വരുന്ന വാർത്തകൾ അയ്യപ്പ ഭക്തർക്ക് മാത്രമല്ല കേരളത്തിനൊന്നാകെ ഞെട്ടലോടെ മാത്രമേ കേൾക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ആധികാരികം തെളിവോടെ വന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? സ്വർണം ചെമ്പായതും 4 കിലോ അടിച്ചു മാറ്റിയത് മാത്രമല്ല, മാസം ഒന്ന് കയ്യിൽ വെച്ച ദുരൂഹത, ചെന്നൈ ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ചെന്നൈ, പണപ്പിരിവ് ആരോപണ പെരുമഴയ്ക്കിടെ ഈ പോറ്റി കിട്ടുന്ന കോൺഫിഡൻസിന്റെ അർത്ഥം എന്താണ് ശ്രീ രാജു പി നായർ? അല്ല, ഹാഷ്മി വളരെ വ്യക്തമായിട്ട് അങ്ങയുടെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഗൂഢാലോചന 2019 തുടങ്ങിയിരിക്കുകയാണ്. ഇത് കൃത്യമായ ഗൂഢാലോചനയോട് നടത്തിയ കൊള്ളയാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം നിങ്ങൾ പറഞ്ഞ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ആ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലെന്താ, ഒന്ന്, നേരത്തെ ഉള്ള ദേവസ്വം മാനുവലിലെ 4ാമത്തെ ക്ലോസ് പ്രകാരം അവിടെയുള്ള ഒരു വസ്തുക്കളും ഇത്തരത്തിലുള്ള അറ്റകുറ്റിപ്പണം വേണ്ടപ്പോഴെല്ലാം അത് ദേവസ്വത്തിൻ്റെ അമ്പലത്തിൻ്റെ പ്രൊമൈസസ് നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ചട്ടം നിലനിൽക്കെ അത് അവിടെ ചെയ്യുമ്പോൾ തന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ സമയമെടുക്കുന്ന പ്രവർത്തനമാണെങ്കിൽ രാവിലെ 9 മണിക്ക് കാലിബ്രേറ്റ് ചെയ്ത മെഷീനിൽ അതിൻ്റെ തൂക്കം നോക്കി വൈകുന്നേരവും നോക്കി അത് മഹസർ എഴുതി മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നിലനിൽക്കെ എങ്ങനെയാണ് അത് 2019 അത്തരത്തിലുള്ള ഉത്തരവോടുകൂടി അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചത്? ഒന്ന്, അതിൽ ദേവസ്വം ബോർഡ് തന്നെയാണല്ലോ കുറ്റക്കാർ. 2, അതിനകത്ത് ഏറ്റവും വലിയൊരു ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. ആ ഉത്തരവിൽ പറയുന്നത് ചെമ്പ് പാളി എന്നാണ്. സ്വർണ്ണപ്പാളി എന്നത് മാറ്റി ചെമ്പ് പാളി എന്ന ആ ഉത്തരവിൽ അടിച്ചേർത്തത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ദേവസ്വം ബോർഡ് അറിയാതെ, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അറിയാതെ അത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങുമോ? 2ാമത്തെ ചോദ്യം. 3ാമത്തെ ചോദ്യം, ഈ പറയുന്ന പോറ്റി
ആ പോറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്ന. ആ ഉത്തരവിൽ പോറ്റിയുടെ പേരുണ്ട്. ഈ പോറ്റിക്ക് ഇത്രയും വൈകാരികമായി, സാമ്പത്തികമായി, വിശ്വാസപരമായി മൂല്യമുള്ള ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി ചെയ്യാൻ കഴിയുന്ന സാമ്പത്തിക ഭദ്രതയുള്ള ഒരാളാണോ എന്നുള്ളൊരു അന്വേഷണം ദേവസ്വത്തിന് വിജിലൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇയാളുടെ ക്രെഡൻഷ്യൽസ് എന്താണ് എന്ന് പോലും അന്വേഷിക്കാതെ ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിലൂടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് ആ ഗജ ഫ്രോഡ് എന്ന് പറയപ്പെടുന്ന ആൾക്ക് ഇതെല്ലാം ചെയ്യാൻ സാഹചര്യമുണ്ടാക്കുന്ന ഉത്തരവ് ബോർഡ് ഇറക്കിയെങ്കിൽ അത് കൃത്യമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ പരിപൂർണമായ സമ്മതത്തോടു കൂടി അറിവോടും നടന്നിരിക്കുന്ന കൊള്ളയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. നോക്കൂ, ഈ വിഷയങ്ങൾ ഇത്രയും പുറത്തു വന്നു. വൈകാരികമായ വിഷയമാണ്, വിശ്വാസത്തിലുള്ള വിഷയമാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഈ നിമിഷം വരെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി അതിൽ ഒരു തട്ടിപ്പ് കേസ്, ഒരു മോഷണ കേസ്, ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല? ഇപ്പോഴും നടക്കുന്ന അന്വേഷണം എന്താ? ദേവസ്വത്തെ വിജിലൻസിന് ആളെ അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമില്ല. അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമില്ലാത്ത ഒരു അന്വേഷണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ? വളരെ കൃത്യമായിട്ട് മോഷണമാണ് നടന്നത് എന്നുള്ളത് വ്യക്തമല്ലേ? മോഷണം നടന്നൊരു സംഭവത്തിനകത്ത് ഒരു ക്രിമിനൽ കേസിട്ട്, മോഷണ കേസിട്ട് ആൾക്കാരെ പ്രതി ചേർത്ത്, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിന്നിട്ട് സ്വകാര്യതയെക്കുറിച്ചെല്ലാം പറയാൻ കഴിയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസില്ല. ഒരു കേസിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് ചെയ്യാനുള്ള സാഹചര്യം പോലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ നടത്തിയ കൊള്ളയാണ്. ആ പോറ്റിക്ക് നിയമപരമായ വലിയ നിങ്ങൾ എന്തുകൊണ്ട് എഴുതിക്കോ, ഞാൻ കോടതിയിൽ ബോധ്യപ്പെടുത്തിക്കൊള്ളാമെന്നാണ് പോറ്റി പറയുന്നത്. അത് ഈ പറയുന്ന ഞാൻ അങ്ങനെ എത്താം. ശ്രീ അൽകുമാർ, ആ കോൺഫിഡൻസിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഇന്ന് പി എസ് പ്രശാന്ത് ആ സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ അയ്യപ്പന്റെ പേര് പറഞ്ഞ് അന്യ സംസ്ഥാനങ്ങളിൽ പോയി അയ്യപ്പന് സ്പോൺസർഷിപ്പ് പിടിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുമതലപ്പെടുത്തിയ ദേവസ്വം ബോർഡ് കുറ്റക്കാരല്ലേ? എന്തുകൊണ്ട് അതിനെതിരെ അന്വേഷണമില്ല? ഇതാണ് പറഞ്ഞത്. കേരളത്തിലെ ഉന്നത നേതൃത്വം CPM അറിഞ്ഞുകൊണ്ട്, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ശബരിമലയെ കൊള്ളയടിക്കുകയാണ്. അദ്വൈതം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അതിനകത്ത് സോമൻ അവതരിപ്പിച്ച ശേഖരൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ശബരിമലയിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അദ്വൈതം സിനിമയിലെ ശേഖരനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശേഖരൻ അവിടെ ആൾക്കാരെ നിർത്തി അയ്യപ്പന്റെ മുതൽ കൊള്ള ചെയ്യുന്ന അദ്വൈതം ചിത്രത്തിന്റെ തനിയാവർത്തനം കേരളത്തിൽ നിന്ന് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശേഖരൻ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ശേഖരന്റെ അറിവോടുകൂടിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനകത്ത് ഒരു ക്രിമിനൽ കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാണ്. ശരി, ശ്രീ അൽകുമാർ, ഇവിടെ പി എസ് പ്രശാന്ത് പറയുന്നുണ്ട് എല്ലാം അന്വേഷിക്കണം, എല്ലാം അന്വേഷിക്കും. അതിനിപ്പോ പി എസ് പ്രശാന്ത് പറയേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? പി എസ് പ്രശാന്ത് പറയുന്നതിന് മുൻപ്, ആരും പറയുന്നതിന് മുൻപ് കോടതി തന്നെ സ്വമേധ ഇതൊക്കെ എടുത്ത മഹാസർ വിളിച്ചു വരുത്തി അന്വേഷണം ഇനിഷ്യേറ്റ് ചെയ്തു. അത് പി എസ് പ്രശാന്ത് ഇപ്പോൾ ഒന്ന് അതൊക്കെ അന്വേഷിക്കുന്നത് കോടതിയെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഇയാളുടെ കോൺഫിഡൻസിന്റെ കാരണം എന്താണ്? ശ്രീ അൽകുമാർ, അയാളുടെ പക്കൽ 2019 ഉത്തരവിരിപ്പുണ്ട്. സ്വർണം ചെമ്പായതെങ്ങനെ എന്ന് കോടതി ചോദിച്ചാൽ അയാൾ എടുത്ത് കാണിക്കും. യുവർ ഓണർ അതിന്റെ അധികാരി എനിക്ക് അടിച്ചെന്ന ഉത്തരവാണ്, ഇതിൽ പറഞ്ഞ ചെമ്പെന്നാണ്, എൻ്റെ കസ്റ്റഡി, എൻ്റെ ഇഷ്ടമോ ഞാൻ ചെയ്യും. 4 കിലോ എങ്ങനെ കുറഞ്ഞെന്ന് കോടതി ചോദിച്ചാൽ പറയും, കുറഞ്ഞെങ്കിൽ അത് സന്നിധാനത്ത് രേഖപ്പെടുത്തത് എൻ്റെ കുറ്റമാണോ കോടതി എന്ന് ചോദിക്കാം. പോറ്റിക്ക് ഒരു വക്കീലുമില്ലാതെ വാദിക്കാനുള്ള ആയുധങ്ങൾ പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് ഇതിനോടകം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ശ്രീ കെ അനിൽകുമാർ, പോറ്റിയെ മാത്രം പഴിച്ചാൽ പറ്റുമോ? അല്ല, ഇപ്പോൾ കുറേ നേരമായിട്ട് പറയുന്നൊരു ഏതോ ഒരു ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിനെ കുറിച്ച് പറയുന്നു. അതൊന്ന് വായിച്ച് കേൾപ്പിക്കാവോ? ഞാനത് കാണാത്ത കൊണ്ടൊന്ന് വായിച്ച് കേൾപ്പിക്കാവോ? ഇപ്പം എന്നോട് ചോദിച്ചൊരു ഉത്തരവിനെ കുറിച്ച് ചോദിച്ചു, ആ ഉത്തരവ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാവോ? വായിച്ചേപ്പിക്കാം. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രൊസീഡിംഗ് സംഗ്രഹം എന്ന് പറയുന്ന പരാമർശം ദേവസ്വം കമ്മീഷണറുടെ 28/2019 സുവാൻസോ. ടി വാതിലുകൾക്ക് ഇരുവശവുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശി നൽകുന്നതിനും കൂടാതെ ശ്രീകോവിലിന്റെ തെക്കുവടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് പാളികൾ അറ്റകുറ്റപ്പണി കൂടി പൂർത്തിയാക്കി സ്വർണം പൂശി നൽകുന്നതിനും അനുവാദം നൽകണമെന്ന് വിവരിച്ച് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തൻ ശബരിമല എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥർ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതും ആയത് സംബന്ധിച്ച് ദേവസ്വം തന്ത്രിയുടെ അഭിപ്രായം ആരാഞ്ഞതിൽ മേൽപ്രകാരം ഈ സ്വർണം പൂശി അനുവദിക്കാവുന്നതാണെന്ന് അഭിപ്രായപ്പെട്ടുണ്ട്. തീർന്നില്ലല്ലോ, ബാക്കി കൂടി ഉണ്ടല്ലോ. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശയും ദേവസ്വം തന്ത്രിയുടെ അഭിപ്രായം പരിഗണിച്ച് മേൽ വിവരിച്ച പ്രവർത്തികൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്തത്തിലും മേൽ തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിലും ചെയ്യുന്നതിന് അനുവാദത്തിനായി ദേവസ്വം കമ്മീഷണർ പരാമർശമായി റിപ്പോർട്ട് ചെയ്ത പ്രസ്തുത വിഷയം ബോർഡ് ചർച്ച ചെയ്ത താഴെ പറയുന്ന തീരുമാനം കൈക്കൊണ്ടു. ഉത്തരവ് പറയുന്നുണ്ട്, കൊണ്ടുപോകുന്ന പറയുന്നുണ്ട്.
ഇനി വായിക്കണോ? ആ ഉത്തരവ് വായിക്കുക. ഉത്തരവല്ലേ നമുക്ക് വേണ്ടത്, തർക്ക ഉത്തരവിലല്ലേ. ആ തിരുവാഭരണം കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല തന്ത്രി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശബരിമല, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ നിലവിൽ ശ്രീകോവിലിന്റെ കഥകിന് ഇരുവശവുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളി സ്വർണ്ണമല്ല ചെമ്പുപാളിയും കൂടാതെ തെക്ക് വടക്ക് മൂലകളിലെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പു തകടുകളിലും ഇളക്കി മഹസർ പ്രകാരം തൂക്കം അളവെന്നിവ ബോധ്യപ്പെട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറുന്നതിനും തിരുവാഭരണം കമ്മീഷണർ മേൽനോട്ടത്തിൽ സ്വർണം പൂശുന്നതിനും ആയതിനു ശേഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല തന്ത്രി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശബരിമല, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ ശാസ്ത്രവിധി പ്രകാരം തിരികെ ചെയ്യുന്നതിനും അനുവദിച്ച് ബോർഡ് ഉത്തരവാകുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഒപ്പ സെക്രട്ടറി. ഇതെന്താ പ്രശ്നം? പ്രശ്നമില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം. നമ്മൾ മിനിങ്ങാന്ന് ചർച്ചയ്ക്കിരുന്നപ്പോൾ ഞാനിവിടെ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ശ്രീ പണിക്കർ ഹാഷ്മി അവതരിപ്പിച്ച ആൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ വിജയമല്യ 3000 കിലോ ചെമ്പ് തകിടുകളാണ് അവിടെ കൊണ്ടുവന്നത്, അതിൽ 30 കിലോ സ്വർണമാണ് ഉപയോഗിച്ചത്. ഇതാണ് നമ്മളെല്ലാം ഒരുമിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം. അങ്ങ് ആ തർക്കത്തിനകത്ത് ഇടപെട്ടില്ല. അതിന് കാരണം എന്താണ്? 3000 കിലോ ചെമ്പിൻ്റെ മേൽക്കൂരയോ ശ്രീകോവിലാണോ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അത് ചെമ്പിലാണോ സ്വർണം അടിച്ചു കെട്ടിയത്? അന്നത്തെ തർക്കം അത് പാളിയാണ്, സ്വർണ്ണപ്പാളിയാണ്. അപ്പോൾ ചെമ്പിൽ സ്വർണ്ണപ്പാളിയാണ്, തർക്കമില്ല. അപ്പോൾ ചെമ്പിൽ സ്വർണ്ണപ്പാളിയുണ്ട്, ചെമ്പിൽ സ്വർണം പൂശാവുന്ന സാഹചര്യമുണ്ട്. ഇവിടെ സംഭവിച്ചത് എന്തായാലും തന്ത്രി അടക്കമുള്ളവർക്ക് ഒരു കാര്യം ബോധ്യമായി. എന്താണ് ബോധ്യമായത്? ദ്വാരപാലക ശില്പത്തിൻ്റെ അവിടുത്തെ തകിടുകൾ ചെമ്പ് തകിടുകൾ, കാരണം 3000 കിലോ ചെമ്പ് കൊണ്ടാണല്ലോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, സ്വർണം പൂശിയിട്ടുമുണ്ട്, അല്ല സ്വർണം അടിച്ച് തകിടാക്കിയിട്ടുണ്ട്. അത് കേടുപാട് വന്നു. അതുകൊണ്ട് തന്ത്രി തന്നെ അത് കേടുപാട് പരിഹരിക്കാൻ അനുവദിച്ചു. ഇത്തരം കാര്യം ആ ഉത്തരവിൽ നിന്ന് വ്യക്തമാണ്. ഇനി ഈ പറയുന്ന വ്യക്തി സ്വന്തമായിട്ട് ഇത് ചെയ്യണോ, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകണം എന്നാണ് ഉത്തരവിലുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ പത്മകുമാർ പ്രസിഡൻ്റായിരിക്കുന്ന ബോർഡ് തീരുമാനിച്ചത് അയാളിത് വീട്ടിൽ കൊണ്ടുപോയി 43 ദിവസം ബാംഗ്ലൂർ എവിടെയെങ്കിലും കൊണ്ട് വെച്ചോട്ടെ എന്നാണോ തീരുമാനിച്ചത്? ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട എഞ്ചിനീയർമാർ, ദേവസ്വം കമ്മീഷണർ, ദേവസ്വത്തിൻ്റെ തിരുവാഭരണ കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ ആചാരങ്ങൾ ലംഘിക്കാതെ അത് ഇളക്കിയെടുത്ത് തൂക്കി വൃത്തിയാക്കി കൊണ്ടുപോവുകയും തിരിച്ച് അവിടെ തന്നെ സ്ഥാപിക്കുകയും ചെയ്യാനല്ല ഉത്തരവ്. ഉത്തരവിൽ അപാകതയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇത് നിർവഹിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് തെറ്റുപറ്റിയോ, അവർ കൂടെ പോകുന്നതിൽ വീഴ്ച വരുത്തിയോ, തൂക്കത്തിൻ്റെ കാര്യത്തിലുണ്ടായ കാര്യങ്ങൾ എന്താണ്, ഈ കാര്യം മനസ്സിലാക്കാൻ എന്ത് വേണം? കൃത്യമായിട്ട് അന്വേഷണം വേണം. അതിനെന്ത് വേണം? തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാർ അന്ന് കിട്ടിയ രേഖകളടക്കം വിജിലൻസിൻ്റെ SP ആണ് അന്വേഷിക്കുന്നത്. അത് കോടതിയുടെ മേൽനോട്ടമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് കോൺഗ്രസ്സുകാർ സമരം നടത്തുന്നില്ല, BJPക്കാർ ശബരിമലയിലേക്ക് പോകുന്നില്ല. നാളെ തന്നെ ഞങ്ങൾക്ക് ചാനലുകൾക്ക് കുറേ സംഭവങ്ങൾ കിട്ടണം, ഏറ്റവും വഴിയിലേക്ക് ഇറങ്ങണം, പ്രശാന്ത് രാജിവെക്കണം. എന്തിനാണ് പ്രശാന്ത് രാജിവെക്കുന്നത്? 99-ലുണ്ടായ സംഭവത്തിന് ഹാഷ്മി എന്തിനാ ഇന്ന് പ്രശാന്തിനെ പുറത്താക്കുന്നത്? താങ്കൾ ചോദിക്കുകയാണെങ്കിൽ മറുപടി പറയാം. സംഘം കഴിഞ്ഞ് പ്രശാന്ത് രാജിവെച്ചൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. താങ്കൾ ചോദിക്കുകയാണെങ്കിൽ ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയട്ടെ സാർ. 99-ൽ ഈ സംഭവത്തിന് ഉണ്ടായതിന് പ്രശാന്ത് എന്നാണ് ഇപ്പോൾ രാജിവെക്കുന്നത്. അപ്പോൾ പ്രശാന്തിൻ്റെ ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന RSSും BJPയും കോൺഗ്രസും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പ്രശാന്തിനെ രാജിവെപ്പിക്കാൻ ഹാഷ്മിക്ക് എന്താ തിടുക്കം? പ്രശാന്ത് ഇപ്പോൾ ഇതിൻ്റെ പ്രസിഡൻ്റായി വന്ന ശേഷം ഇത്തവണ എന്താ കൈകാര്യം ചെയ്തത്? ഇപ്പം നിങ്ങൾ 99-ലെ ഉത്തരവിൽ വായിച്ചതുപോലെ തിരുവാഭരണ കമ്മീഷൻ അടക്കം ഉദ്യോഗസ്ഥന്മാർ വളഞ്ഞു നിന്ന് ഒരു പോറ്റിയുടെയും കൊടുത്തുവിടാതെ പോറ്റി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ അവിടേക്ക് അത് കൊണ്ടുപോയി. ഇത്തവണ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതിനെക്കുറിച്ച് തർക്കമുണ്ടോ? 2019-ൽ ഈ ഉടായ്പ കാണിച്ചൊരുത്തൻ 2019-ൽ ഈ ഉടായ്പ കാണിച്ചൊരുത്തൻ 4 കിലോ അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഈ 4 കിലോ തൂക്കം രേഖപ്പെടുത്താതിരിക്കുന്നത് ഉദ്യോഗസ്ഥർ മാത്രം പിഴവാണോ? അങ്ങനെ രേഖപ്പെടുത്താതിരിക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിവില്ലെങ്കിൽ ദേവസ്വം ബോർഡ് കഴിവുകെട്ട സംവിധാനമാണെന്നല്ലേ അങ്ങ് സമ്മതിക്കുന്നത് ശ്രീ കെ അനിൽകുമാർ? എല്ലാം ഉദ്യോഗസ്ഥരാണെങ്കിൽ ഉദ്യോഗസ്ഥർ മാത്രം ഭരിച്ചാൽ പോരെ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ദേവസ്വം ബോർഡിന് അറിയാമെങ്കിൽ ഈ ഉടായ്പ മൊത്തം പൂഴ്ത്തി വെച്ചത് ആരുടെ താല്പര്യത്തിനാണ്? ശ്രീ കെ അനിൽകുമാർ, അതേ പോറ്റി 2025 പിന്നെ വരിക, അത് പ്രശാന്തിന്റെ കാലത്താ. 2019-ലെ ഉടായ്പ പോറ്റി 25-ൽ പിന്നെയും അവിടെ പരവതാനി വിരിക്കുകയാണെങ്കിൽ
ആ പശ്ചാത്തലത്തിൽ രാജിവെച്ച് പോകാനാ പറഞ്ഞേ. അപ്പോൾ ഈ ഹാഷ്മിക്ക് തീരെ ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ? ഈ പോറ്റിയെ സംബന്ധിച്ച് എന്തെങ്കിലും വിവാദം ഉണ്ടാകുന്ന കാലത്താണോ പ്രശാന്തിൻ്റെ കാലത്ത് ഇത് പുറത്ത് കൊണ്ടുപോയത്, ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്? ഈ ചെന്നൈയിലേക്ക് എവിടേക്കാണ് കൊണ്ടുപോയത്? 40 കൊല്ലത്തേക്ക് ഈ പറയുന്ന പാളികൾ അത് കൃത്യമായി പരിപാലിച്ച് തന്നുകൊള്ളാം എന്ന് സ്മാർട്ട് ക്രിയേഷൻ 40 കൊല്ലത്തെ ഗ്യാരണ്ടി തന്നിട്ടുള്ളത് അറിയാമോ? അതുപ്രകാരം 2023 തന്ത്രി ഇത് നന്നാക്കിയെടുക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അറിയാമോ? 2023 അനുവാദം കിട്ടിയത് അറിയാമോ? അതനുസരിച്ച് 2023 പെട്ടെന്ന് മണ്ഡലകാലം വരുന്നത് കൊണ്ട് അന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? യഥാർത്ഥത്തിൽ കൊണ്ടുപോകാൻ താമസിച്ചുവെന്ന പരാതിയാണ് ഉള്ളത് അവിടെ. എന്നിട്ടിപ്പോൾ എന്ത് ചെയ്തു? തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ, എഞ്ചിനീയർമാർ, ഉദ്യോഗസ്ഥന്മാർ സഹിതം ഈ പറയുന്ന സ്പോൺസറുമായി എന്താണോ കരാറുള്ളത് ആ കരാർ പ്രകാരം പാലിക്കാൻ കൃത്യമായി കൊണ്ടുപോയി. താങ്കൾക്ക് തന്നെ കൺവിൻസിംഗ് വാദമല്ല, താങ്കൾക്കറിയാം, ഞാൻ ഇടപെടുന്നല്ല, താങ്കൾക്ക് തന്നെ കൺവിൻസിംഗ് വാദമല്ല താങ്കൾക്ക് വളരെ ഭംഗിയായി അറിയാം. നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതാ പറഞ്ഞത്, താങ്കൾക്ക് തന്നെ കൺവിൻസിംഗ് അല്ല. നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് താങ്കൾ അഭിഭാഷകനാണ്, കൺവിൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ അഭിഭാഷകനാണ്. അതൊരു വിലപ്പോവാത്ത വാദമാണെന്ന് താങ്കൾക്ക് നന്നായി കേൾക്കുക. ഇടപെടുന്നില്ല. അതെ, ഈ ചർച്ച ആരംഭിച്ചത് അതെ 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 അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ഈ ചർച്ച ആരംഭിച്ചത് കോൺഗ്രസ്സുകാരിൽ നിന്നാണ്. കോൺഗ്രസ്സുകാരുടെ അവസാനത്തെ ദേവസ്വം മന്ത്രി ശിവകുമാർ ആയിരുന്നു. ദേവസ്വത്തിൽ മോഷണം നടത്തിയതിന് ശിവകുമാറിൻ്റെ പേരിൽ എന്തെങ്കിലും കേസുണ്ടോ? ദേവസ്വത്തിൽ മോഷണം കെട്ടതിന് ശിവകുമാറിൻ്റെ സഹോദരൻ്റെ പേരിൽ കേസുണ്ടോ? സഹോദരൻ ഈ ശബരിമലയിൽ ആരായിരുന്നു? ദേവസ്വം ബോർഡിൽ ആരായിരുന്നു? അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ വ്യാജമുണ്ടാക്കാൻ കോൺഗ്രസ്സുകാരിൽ നിന്ന് ചർച്ച ആരംഭിച്ച കാശ്മീരുടെ അതിബുദ്ധി അപാരം തന്നെ. ആ കാശ്മീരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ രാജിവെക്കണമെന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തു വിട്ടിട്ടില്ല. കൊണ്ടുപോയത് തിരുവാഭരണ കമ്മീഷണറാണ്. ഉദ്യോഗസ്ഥ സംഘമാണ്. ഈ പോറ്റി മാത്രം, ആകെ ഒരു പോറ്റി മാത്രമേ ഉള്ളൂ ഭക്തരുടെ കൂട്ടത്തിൽ അവിടെ എന്തെങ്കിലും സഹായം ചെയ്യാൻ? സ്വർണം പൂശാനോ അറ്റകുറ്റപ്പണിക്കോ ആകെ ഒരേ ഒരു പോറ്റി. ഇപ്പം എല്ലാം അയ്യപ്പൻ, എല്ലാവർക്കും പോലുള്ള അയ്യപ്പൻ എന്നാണ് ഭക്തരുടെ പ്രാർത്ഥന എന്ന് പറയുന്ന പോലെ ദേവസ്വം ബോർഡിന്റെ പ്രാർത്ഥന എല്ലാം ഈ പോറ്റി മാത്രമാണോ? വേറെ ആരുമില്ലേ? അതിനാണ് ഒരു മറുപടി പറഞ്ഞോട്ടെ. അതാണ് പ്രശാന്തിനെ രാജിവെപ്പിക്കാൻ കാശ്മീരുടെ തിടുക്കം. പ്രശാന്ത് ഇപ്പോൾ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ് അയ്യപ്പ സംഗമം നടത്തി. എന്താ അയ്യപ്പ സംഗമത്തിൻ്റെ തീം എന്താണ്? ശബരിമലയിൽ ഇതുപോലെ നടത്തേണ്ട ഓരോ കാര്യങ്ങൾക്കും ദേവസ്വം ബോർഡ് പരസ്യപ്പെടുത്തും. പരസ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അതിൽ താല്പര്യമുള്ളവർക്ക് വരാം. ഒരാളും ഒറ്റക്കൊറ്റയ്ക്ക് വരണ്ട, ഒരു പോറ്റിയും ഒറ്റക്കൊറ്റയ്ക്ക് വരണ്ട. പിന്നെന്ത് ചെയ്യണം? അവർ വന്ന് ഇപ്പോൾ പ്രഖ്യാപിതമായിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ശബരിമല വികസനത്തിൽ സഹകരിക്കണം. ലോകമെമ്പാടും അയ്യപ്പൻ്റെ പേരിൽ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനകളുണ്ട്. അത്തരം സംഘടനകൾ കയ്യും കണക്കുമില്ലാതെ ഇപ്പോൾ പോറ്റിയെക്കുറിച്ച് വിജിലൻസ് കണ്ടെത്തിയതുപോലുള്ള തെറ്റായ കാര്യങ്ങൾ അയ്യപ്പൻ്റെ പേരിൽ നാളെ നടക്കാതിരിക്കാൻ അയ്യപ്പ സംഗമം മാതൃകാപരമായി നടത്തിയ ഒരു പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ കാലത്ത് കൃത്യമായി ഇത് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നിർവഹിപ്പിച്ചൊരു പ്രസിഡന്റ് രാജിവെക്കാത്തതിന് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും കൂടി സമരം ചെയ്യാൻ വന്നാൽ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വരാം എന്ന തരത്തിലാണ് കാശ്മീർ ഇന്നത്തെ അവതരണം. എന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്തിനാണ് ആ പണി ചെയ്തത്? അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നുവെന്ന് കോടതിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിനെയും ദേവസ്വം ബോർഡിനെയും ഇപ്പോഴും ഇത് പരിശോധിക്കാനും കണ്ടെത്താനും തീരുമാനമെടുക്കാനും നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു വാർത്ത കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത്രയുള്ള കാര്യം ദേവസ്വം ബോർഡിന് 18 സ്ട്രോങ് റൂമുണ്ട്. 18 സ്ട്രോങ് റൂമിലെയും മുഴുവൻ ആഭരണങ്ങളും മുഴുവൻ സ്വത്തും സ്വർണ്ണാഭരണങ്ങളും എല്ലാം ABC, A എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കൽ എടുക്കേണ്ട ഭഗവാന് സമർപ്പിക്കേണ്ട കാര്യങ്ങൾ, B എന്ന് പറയുന്നത് നിത്യമായി ഉപയോഗിക്കാൻ ആവശ്യം വരുന്ന കാര്യങ്ങൾ, C എന്ന് പറയുന്നത് ഈ 2 ഉപയോഗത്തിനുമല്ലാത്ത കൂട്ട. ഈ C വിഭാഗം റിസർവ് ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട് 3 കോടി രൂപ ദേവസ്വം ബോർഡിന് വാങ്ങിയെടുത്തൊരു പ്രസിഡൻ്റാണ് ബഹുമാനപ്പെട്ട പ്രശാന്ത്. അപ്പോൾ പ്രശാന്ത് എന്ന് പറയുന്നൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഫലപ്രദമായി പ്രവർത്തിച്ചു. പത്മകുമാറിൻ്റെ കാലത്ത് ഉത്തരവ് കാശ്മീർ വായിച്ചതാണ് ശരിയെങ്കിൽ പത്മകുമാറിനല്ല പെശക് പറ്റിയത്. പിന്നെ ആർക്കാ പെശക് പറ്റിയത്?
തിരുവാഭരണ കമ്മീഷണറാണ് കസ്റ്റോഡിയൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല. ഓക്കെ കസ്റ്റോഡിയൻ ചുമതലയെടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിടത്ത് കസ്റ്റോഡിയൻ പൊക്കും. അതുകൊണ്ട് രാഷ്ട്രീയ ഉത്തരവാദിത്തമല്ല, ഉദ്യോഗസ്ഥ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ 30.3 കിലോ സ്വർണം ഈ പറയുന്ന വിജയ് മല്യ ശബരിമലയ്ക്ക് കൊടുത്തു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതിൽ ദ്വാരപാലകരുടെ കൂട്ടത്തിൽ എത്രയുണ്ട് എന്നതിൽ മാത്രമേ തർക്കമുള്ളൂ. അത് ഹൈക്കോടതി പറയുന്നത്, ഹൈക്കോടതി സംശയിക്കുന്നത് ഈ 4 കിലോയും സ്വർണ്ണമാണ്. സസെപ്റ്റബിൾ ഡിമിനീഷൻ എന്ന ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് 4 കിലോയും സ്വർണ്ണമാണെന്ന് കോടതി അറിയില്ല, കോടതി സംശയിക്കുകയാണ്. പോട്ടെ, അത് വിട്ടേക്കൂ. ശ്രീ രാഹുൽ ഈശ്വർ, ആ സ്വർണ്ണം അവിടെ ഉണ്ട്. ഇനി 4 കിലോ ആണെങ്കിലും 4 ഗ്രാം ആണെങ്കിലും സ്വർണ്ണം അതിലുണ്ട്. ആ സ്വർണ്ണം മാറി ചെമ്പായി. രാഹുൽ ഈശ്വർ, അതും പോട്ടെ. ബംഗളൂരുവിലെ ആ പത്രവാർത്ത താങ്കൾ വായിച്ചിട്ടുണ്ട്. ഏതോ ഒരു വിനീത് ജെയിൻ എന്ന് പറഞ്ഞ, അവിടെ എൻ്റെ വേറെ സ്റ്റോറിയാണ്. അവിടെ വേറൊരു ചെമ്പ് വരികയാണ്, വേറെ സ്വർണ്ണമാണ്. അതും ഈ എൻ്റെ സാധനം മാറ്റി പുതിയ സാധനം കൊണ്ടുവരുന്ന പറ്റി ആ വാർത്ത വന്നത്. ആ വാർത്ത ആദ്യം എനിക്കറിയില്ല. പക്ഷേ അതിൽ പറയുന്ന, അത് വിജിലൻസിന് വഴികാട്ടിയെന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് എന്താണെന്നറിയോ? ഏതോ ഒരു ദേവസ്വം ബോർഡ് അംഗം രാത്രി കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ആ ബോർഡ് അംഗത്തിന്റെ സ്വപ്നത്തിലേക്ക് അയ്യപ്പൻ പ്രത്യക്ഷപ്പെടുന്നു. അയ്യപ്പൻ പറയുന്നു, അല്ലയോ ബോർഡ് അംഗമേ, ഈ ദ്വാരപാലകരെ ഒന്നുകൂടുന്നു സ്വർണം പൂശിത്താ. ഉടൻ വിളിക്കുന്നു, ഹലോ പോറ്റി, പെട്ടെന്ന് വാ. ഉത്തരവിറങ്ങുന്നു, പോറ്റി വരുന്നു, അഴിക്കുന്നു, കൊണ്ടുപോകുന്നു. പിന്നെ തോന്നിവാസം. രാഹുൽ ഈശ്വരെ വായിച്ചാൽ ചളിപ്പടിച്ച് മേല് വരുത്തു പോകുന്ന ഉടായിപ്പാണ്. ശരി ഹാഷ്മി, 3 കാര്യങ്ങൾ. ഒന്നാമത്തെ പോയിന്റ്, ഇത് 2013 ഒരു ചിത്രമാണ്. ശബരിമലയിലെ ഏറ്റവും മുതിർന്ന തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠര് മഹേശ്വര് അങ്ങോട്ട് കയറുമ്പോൾ വളരെ ക്ലോസപ്പിൽ എടുത്തൊരു ചിത്രമാണ്. അന്ന് തന്നെ ശ്രീശാന്ത് അടക്കമുള്ളവരുണ്ട്. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം ക്ലാഡിംഗ്, സ്വർണം പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 2019 ഇത് ചെമ്പ് പാളികളല്ല എന്ന കാര്യത്തിൽ 2 തർക്കമില്ല. 1998-99 കാലത്ത് ഇത് ഗോൾഡ് പ്ലേറ്റിങ്ങും ഗോൾഡ് ക്ലാഡിങ്ങും നടന്നിട്ടുണ്ടെന്ന് അസന്നിഗ്ധമായി 15 സെപ്റ്റംബർ 29 സെപ്റ്റംബറിലെ കോടതി വിധികളിൽ ബഹുമാനപ്പെട്ട കോടതി പാരഗ്രാഫ് 6, 7, പാരഗ്രാഫ് 10 3B വ്യക്തമാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണ പാളികൾ എവിടെ പോയി? ഇതിനെ ചെമ്പ് പാളികളാക്കാൻ ചെയ്ത് എന്തിനാണ്? നമ്മൾ അനാവശ്യമായ ഡീറ്റെയിൽസിലൂടെ സാധാരണക്കാരെ കൺഫ്യൂസ് ചെയ്യാം, പക്ഷേ വിഷയം അറിയുന്നവരെ കൺഫ്യൂസ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഈ സ്വർണ്ണ പാളികൾ എവിടെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് ചെമ്പ് പാളികളാക്കിയ മാറ്റിയ ഉത്തരവ് എങ്ങനെ നിലനിൽക്കുമെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ആ സ്വർണ്ണപ്പാളികൾ മറ്റ് ദുരുദ്ദേശത്തോട് ഉണങ്ങി മാറ്റി, അല്ലെങ്കിൽ ഭക്തി വ്യവസായവും ഭക്തി ചൂഷണവും ചെയ്യുന്ന ചില ആൾക്കാർക്ക് അത് വെച്ച് കാശുണ്ടാക്കാനും സമ്പത്തുണ്ടാക്കാനുമുള്ള കാര്യങ്ങൾ കൊടുത്തു. ഇനിയും ഹൈക്കോടതിയുടെ സ്റ്റിങ്ങിങ് ആയിട്ടുള്ള പല ഒബ്സർവേഷൻസും ഉണ്ട്. അതിലൊന്നിൽ 15 സെപ്റ്റംബർ പാരഗ്രാഫ് 6 ദേവസ്വം വിജിലൻസിന്റെ ഓഫീസർ പറയുന്നു, ഇതിൽ ക്രിട്ടിക്കലായ ലൈറ്റ് ഷെഡ് ചെയ്യാൻ കഴിയുന്ന പല രേഖകളും എനിക്ക് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 1999 ഇത് സ്വർണ്ണമാണ്, വിജയമല്യ ചെയ്തതിൽ സ്വർണ്ണമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമല്ലോ. സ്വർണ്ണം ക്ലാഡിംഗ് / പ്ലേറ്റിംഗ് അങ്ങനെ തന്നെയാണ് ഹൈക്കോടതി ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം ചില ആൾക്കാർ ഇത് ചെമ്പ് മാത്രമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ചെമ്പ് പാളികൾക്ക് മുകളിൽ ഗോൾഡ് ക്ലാഡ് ചെയ്തത് / ഗോൾഡ് പ്ലേറ്റ് ചെയ്തത്, സ്വർണ്ണം പൂശിയത് / സ്വർണ്ണം പതിച്ച കാര്യങ്ങൾ. ആർക്കും അങ്ങനെ യാതൊരു സംശയവും ഈ വിഷയത്തിൽ വേണ്ട. ഇത്തരം കാര്യങ്ങളല്ലേ നമ്മൾ സംശയിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. അത് എവിടെ പോയി എന്ന കാര്യത്തിൽ ഉത്തരവില്ല. ഇനി 2, അങ്ങ് ശരിയായി പറഞ്ഞതുപോലെ ഒരു ദേവസ്വം അംഗത്തിന് അല്ലെങ്കിൽ ദേവസ്വം മെമ്പറിന് സ്വപ്ന ദർശനം കിട്ടിയെന്നും അതിന്റെ ഭാഗമായി വന്നതുമാണ്. 39 ദിവസം ഇയാൾ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ, ഇയാളുടെ കയ്യിൽ വെച്ചിരുന്നു. ഹാഷ്മിക്ക് ഓർമ്മ കാണും, മുമ്പത്തെ യഥാർത്ഥത്തിൽ വലിയ തട്ടിപ്പ് തുടങ്ങിയത് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ എന്ന് പറയുന്ന വ്യക്തി ഒരു വ്യാജ ദേവപ്രശ്നം, ഒരു ദേവസ്വ പ്രശ്നം വെച്ച് അത് ദേവസ്വം ബോർഡിന് ഉപകാരം ചെയ്യാനുള്ള കാര്യമായി മാറ്റി എന്നുള്ളതാണ്. അത് 90 കോടി മുതൽ 100 കോടി രൂപ അടിച്ചു മാറ്റാനുള്ള ദേവപ്രശ്നമായിരുന്നു. ഞാൻ അടക്കമുള്ളവർ ഇടപെടുകയും മാധ്യമങ്ങളെ കൊണ്ട് ആ കള്ള ദേവസ്വ പ്രശ്നം എക്സ്പോസ് ചെയ്യുകയും ചെയ്തു. ഈ ജയമാലയുടെ ഒക്കെ സംഭവം ഓർപ്പിക്കുന്നത് മോഷണം നടന്നു. കഴുതയുടെ കാര്യത്തിൽ അയ്യപ്പൻ വർഷമുണ്ടായ പ്രശ്നമാണോ? കറക്റ്റ്. അതായത് ആലോചിച്ച് നോക്കണം, എന്തൊരു വലിയ ദയവായി അതിലെ ഒരു വരി കൂടെ പറയാൻ അവസരം തരണം. അന്ന് ഉണ്ണികൃഷ്ണ പണിക്കർ ഇങ്ങനെ ദേവപ്രശ്നം വെച്ചിട്ട് പറയുകയാണ്, കഴുതകളുടെ കരച്ചില് അയ്യപ്പന് സഹിക്കാൻ വയ്യ, നമുക്ക് റോപ്പ് വേ വേണം, ഞാൻ അതിന് ആളെയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അന്ന് വളരെ ധാർമ്മികതയുള്ള നമ്മുടെ ശബരിമല തന്ത്രിയായിരുന്ന ബ്രഹ്മശ്രീ കണ്ഠര് മഹേശ്വർ എണീച്ച് നിന്ന് ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. കാര്യം തന്ത്രിക്ക് റിജക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആ രീതിയിൽ അതുകൊണ്ടാണ് അത് നടക്കാതെ പോയത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. ശബരിമലയിരുന്ന ദേവസ്വം മന്ത്രി, ദേവസ്വം ജി സുധാകരൻ സാർ വളരെ എത്തിക്കലാണ്, വളരെ കറക്റ്റ്
ആയിട്ടാണ് ഈ കാര്യങ്ങളിൽ പല കാര്യങ്ങളും ക്ലീനപ്പ് ചെയ്ത അദ്ദേഹമാണ്. ഒരുപാട് നല്ല ദേവസ്വം പ്രസിഡന്റുമാരുന്നുണ്ട്, പ്രയാഗ് സാർ അടക്കമുള്ള ഒരുപാട് പേര് ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംശയത്തിന്റെ മുൾമുനകൾ ഉണ്ണികൃഷ്ണ പോറ്റിയിലേക്ക് മാത്രമല്ല പിന്നിലുള്ള പലരിലേക്ക് നീളുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഹൈക്കോടതി വിധികളിൽ വളരെ വ്യക്തമായി ഹൈക്കോടതി വളരെ സ്റ്റിങ്ങിങ് ആയി തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ, പാരഗ്രാഫ് 6, 7 അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഓഫീസർ പറയുന്നത് ആ 6ാം പാരഗ്രാഫാണ്. However noted that certain mahasars could shed light on the gold cladding plating in the copper plates covering Dwarapalaga have not been traced. അതെവിടെ പോയി? ദ്വാരപാലകരുടെ കോപ്പറിന് മുകളിലുള്ള സ്വർണ്ണ പ്ലേറ്റിംഗ് അല്ലെങ്കിൽ സ്വർണ്ണ ക്ലാഡിംഗ് ഉള്ള കാര്യങ്ങൾ എനിക്ക് ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല. എവിടെയാ രേഖകൾ? അപ്പം മനഃപൂർവ്വം മറച്ചു വെച്ചതാണോ? ഞാൻ അധികം എടുക്കുന്നില്ല, പക്ഷേ 2 പോയിന്റിലേക്ക് ചുരുക്കാം. യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്ത മാനദണ്ഡങ്ങൾ എന്താണ്? 2, ശബരിമലയിൽ ഉണ്ടായിരുന്നത് യാതൊരു തർക്കവുമില്ല, കോപ്പർ അല്ല, അത് ഗോൾഡ് പ്ലേറ്റഡ് ഗോൾഡ് ക്ലാഡഡ് തന്നെയാണ്, സ്വർണം പതിപ്പിച്ചതാണ്. അത് എവിടെയെന്നുള്ള വളരെ ക്രിട്ടിക്കൽ ചോദ്യമുണ്ട്. മുമ്പ് നമ്മൾ ഇത് സംസാരിച്ചത് എറർ ആണോ എന്നാണ്, ഒരു തെറ്റ് പറ്റിയോ വീഴ്ച പറ്റിയോ എന്നുള്ളതാണ് ആൾക്കാർ സംശയിച്ചിരുന്നത്. ഇന്ന് നമ്മൾ സംശയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സംശയിക്കുന്ന ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടോ, കളവ് നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ പോലീസ് അന്വേഷണം, ആഴത്തിലുള്ള അന്വേഷണം, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വരണം. ആ വിഷയത്തിൽ ബാക്കി വിഷയങ്ങൾ പറഞ്ഞ് ഇതിനെ ഒബ്സിക്കേറ്റ് അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇത് കോടിക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തെയും ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യതയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിശക്തമായ നടപടി ഈ വിഷയത്തിൽ എടുക്കണമെന്നുള്ളതാണ് സാധാരണ ഭക്തരുടെ ആഗ്രഹം. ഇതിൽ ഞാനൊരു പന്തളങ്കാരനാണ്. അപ്പോൾ പന്തളങ്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുറച്ചുകൂടി വൈകാരികമായി എന്നെ ബാധിക്കുന്നതാണോ, അത് ഒരുപാട് അയ്യപ്പ ഭക്തർ സുഹൃത്തുക്കളായുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വൈകാരികം ബാധിക്കുന്നതാണോ എന്നറിയില്ല. എല്ലാവർക്കും വൈകാരികമായി ആ പ്രശ്നങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സത്യമായും അറിയില്ല. അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ മാർജിൻ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കൂ. ശ്രീ വി എസ് ഇതിന്റെ നോക്കൂ, ഇത് കേരളത്തിന്റെ ഒരു അഭിമാന ക്ഷേത്രമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അയ്യപ്പ സംഗമത്തിനടക്കം കേരളത്തിന്റെ കൾച്ചർ ലോകത്തെ കാണിക്കുന്ന ഒരു ക്ഷേത്രം എന്ന നിലയ്ക്ക് അവതരിക്കപ്പെട്ടതാണ്. അവിടെ നടന്ന ഒരു ഗജഫ്രോഡിന്റെ തട്ടിപ്പ് അല്ലെങ്കിൽ ഗജഫ്രോഡും സംഘവും തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും നിങ്ങൾക്കൊക്കെ എന്താണെന്ന് ഒരു സാമട്ട്, ഒരു ചട്ടപ്പടി വാർത്താക്കുറിപ്പിനൊക്കെ അപ്പുറം ആർക്കും തെരുവിലിറങ്ങേണ്ട പ്രതിഷേധങ്ങളുടെ കാര്യം എന്താണ്? ആർക്കും ഈ പറയുന്ന പോറ്റി അറസ്റ്റ് ചെയ്യണം, ക്രിമിനൽ കേസ് എടുക്കണമെന്ന് ആവശ്യമുണ്ടാവാത്തത് എന്താണ്? എല്ലാവർക്കും എന്താണ് പ്രതികരണത്തിൽ ഒരു മാർദ്ദവം? ശ്രീ വി എസ് ജിതിൻ്റെ ഹാഷ്മി, അങ്ങയ്ക്ക് മാത്രമല്ല അങ്ങയെപ്പോലെ അയ്യപ്പനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ലോകമാനമായുള്ള മനുഷ്യരുടെ എല്ലാം മനസ്സിൽ അങ്ങ് ഉന്നയിച്ചിരിക്കുന്ന ആശങ്കകൾ വളരെ ശക്തമായിട്ട് തന്നെയുണ്ട്. നോക്കൂ, ഇവിടെ BJPയുടെ ഭാഗത്തു നിന്ന് ശക്തമായ രീതിയിൽ പ്രതിഷേധമുണ്ടാകും. അതിനുള്ള തയ്യാറെടുപ്പുകൾ BJP ചെയ്തു വരുന്നുണ്ടെന്ന് ഞാൻ അങ്ങയെ ബോധിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു വ്യക്തിയിൽ മാത്രം, ഏതെങ്കിലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന വിഷയമല്ല. അധികാരത്തിൽ വരുന്ന സമയത്ത് ശ്രീ പിണറായി വിജയൻ പറഞ്ഞൊരു വാചകമുണ്ട്, അവതാരങ്ങളെ ഒഴിവാക്കുമെന്ന്. പക്ഷേ അങ്ങ് ശബരിമല പരിശോധിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് അവതാരങ്ങൾ പല കാലയളവിൽ, പല വേഷത്തിൽ, പല ഭാവത്തിൽ, പല രൂപത്തിൽ ശബരിമലയിൽ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭഗവാനെ തൊഴാനായിട്ട് 41 ദിവസമൊക്കെ വ്രതമെടുത്ത് അന്യനാട്ടിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരുടെ മുമ്പിൽ അല്ലെങ്കിൽ അയ്യപ്പന്മാർക്ക് കാണാൻ സാധിക്കുന്ന ഇങ്ങനെയുള്ള ശബരിമലയിൽ തീവെട്ടിക്കൊള്ള നടത്തിയ തടിച്ചു കൊഴുത്ത ചില ആൾക്കാരുടെ ചില പിന്നാമ്പുറങ്ങൾ മാത്രമാണ്. ഒരു 1/2 മിനിറ്റ് നേരം അവിടെ നിന്ന് തങ്ങളുടെ സ്വാമിയെ തൊഴാൻ പോലും സാധിക്കാത്ത തരത്തിൽ പിടിച്ചു തള്ളപ്പെടുന്ന അയ്യപ്പന്മാർ. അവിടെയാണ് ഇതേപോലുള്ള അവതാരങ്ങൾ, തീവെട്ടി കൊള്ള സംഘത്തിൻ്റെ നോമിനികൾ ഇത്തരത്തിലുള്ള കൊള്ളസംഘം നടത്തുന്നത്. ആഷ്മി, ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. 2019 അവിടെ നിന്നുള്ള ഈ പറഞ്ഞ ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു ക്ഷേത്രത്തിലെ ക്ഷേത്ര ട്രസ്റ്റി വിശ്വംഭരൻ എന്നൊരു പറഞ്ഞ ആൾ ഇന്നത്തെ നമ്മുടെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു ഇതുണ്ട്. 2019 മാർച്ചിൽ ഒരു സ്വർണ്ണവാതിൽ അവിടെ കൊണ്ടുവച്ചു. ഇയാൾ നോക്കൂ, ഒരു സ്വർണ്ണവാതിൽ അവിടെ കൊണ്ടുവച്ചു. അതിന് ഒരു ദിവസം രാത്രി മൊത്തം അത് വെച്ചതിന് ശേഷം ആൾക്കാരെ ക്ഷണിച്ചു വരുത്തി കാണിക്ക വാങ്ങിച്ചു ഈ വിദ്വാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വാതിലിന് വിള്ളലുണ്ടെന്ന് പറഞ്ഞ് ഹൈദരാബാദിലേക്ക് പണിയുവാനായി കൊണ്ടുപോയ സാധനം ഇവിടെ കൊണ്ടുവച്ച് ഇയാൾ കാഴ്ചപ്പണം പിരിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പം നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ 2019 ഇയാൾ ഇളക്കിക്കൊണ്ടുപോയ സാധനം ഇവിടെ അനിൽകുമാർ ആവേശത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, എല്ലാം ഉദ്യോഗസ്ഥരില്ലേ, ഉദ്യോഗസ്ഥരുടെ ബാധ്യതയല്ലേ? ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് അതിൽ അകമ്പടി പോയതെന്ന് പറയാനുള്ള ബാധ്യത CPM നോമിനികൾക്കില്ലേ, ദേവസ്വം ബോർഡിനില്ലേ? ഈ 40 ദിവസക്കാലം 2019 ജൂലൈ മാസം 20-ാം തീയതി കൊണ്ടുപോയ സാധനം ഓഗസ്റ്റ് 29-ാം തീയതി വരെ 40 ദിവസക്കാലം ഭക്തിയും വിശ്വാസവും കച്ചവടം ചെയ്യാൻ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അയാൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത ശ്രീറാംപുര ക്ഷേത്രം എന്ന് പറയുന്നത് അയ്യപ്പ ക്ഷേത്രമാണ്. അവിടെ കൊണ്ടുവച്ച് ഭക്തർക്ക് കാണിക്കാൻ വെച്ച് പിന്നെയും പോട്ടെന്ന് വെക്കാം. അത് ചെയ്തുകൂടാത്താണ്. കാര്യം എന്താണ്? ഇയാൾ കൊടുത്തുവിട്ടത് ഇത് ചെന്നൈയിൽ കൊണ്ടുപോകാനാണ്, ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി കടത്തൽ അത് നിയമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണ്. അയാൾ ചെയ്തുകൂടാതെ എങ്കിലും അതൊരു ക്ഷേത്രമാണല്ലോ, വിശ്വാസികളാണല്ലോ.
ഇവിടെ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന ഈ പറയുന്ന നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞ അല്ലെങ്കിൽ ഈ ചെമ്പ് മാറ്റി സ്വർണ്ണം അടിച്ചു എന്ന് പറയപ്പെടുന്ന സ്മാർട്ട് ക്രിയേഷൻ്റെ 2020 ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെ ലൈഫ് സൈസ് ഐഡൽസ് ഓഫ് ദ ദ്വാരപാലകാസ് ആർ സിറ്റുവേറ്റഡ് എസൈഡ് ദ ഇന്നർ സാങ്ക്ടം ഡോർസ്. ദ കവചം were consecrated at the Chennai home of Padmasri actor Sri Jairam. They were then transported to Shabarimala and installed amidst pujas and rituals with the divine songs of Ayyappa. എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ സ്വർണ്ണം പൂശിയ ശേഷം കോൺസെക്രേറ്റ് എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് അർത്ഥം. അപ്പോൾ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ട് സമർപ്പണം ചെയ്തോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടെ കൊണ്ട് സമർപ്പണം ചെയ്തു? അങ്ങനെ സമർപ്പണം ചെയ്ത് ചുമ്മാതെയാണോ? കാശുള്ള ഭക്തരെ സമർപ്പണം ചെയ്ത് പൈസ വാങ്ങിയത് ആർക്കറിയാവുന്നേ? അതാണ് പോയിന്റ് ഹാഷ്മി. നോക്കൂ, അതെന്നേ ഈ 40 ദിവസം ഇയാൾ കച്ചവടം ചെയ്തിട്ടുണ്ടാവുന്നേ. അതിനുള്ള അവസരം ഈ ദേവസ്വം ബോർഡല്ലേ ഉണ്ടാക്കി കൊടുത്തത്. നോക്കൂ ഹാഷ്മി, ഇതിനകത്തൊരു വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്. ഇദ്ദേഹം അവകാശപ്പെടുകയാണ് ഇതേപോലുള്ള സാമ്പത്തികമുള്ള അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ അടുത്ത് വന്നിട്ട് അവകാശപ്പെടുകയാണ്. നോക്കൂ, എൻ്റെ കയ്യിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുണ്ട്. ഈ ശില്പങ്ങൾ ഒരു ദിവസം വീട്ടിൽ വെച്ച് പൂജിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് 10-15 ലക്ഷം രൂപ ഇയാൾ വാങ്ങിച്ചിട്ടുണ്ടാകുമെന്നേ. നമുക്കതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ കച്ചവടം ചെയ്യാൻ കൂട്ടുനിന്നവരല്ലേ യഥാർത്ഥ പ്രതികൾ? ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തവരല്ലേ യഥാർത്ഥ പ്രതികൾ? ഇങ്ങനെ ഈ പറഞ്ഞ അവതാരങ്ങൾക്ക് ശബരിമലയിൽ സ്വൈരവിഹാരം നടത്താനുള്ള അനുമതി ആരാണ് കൊടുത്തത്? അപ്പൊ ഇതൊക്കെ പരിപാലിക്കേണ്ട, ഇതൊക്കെ നോക്കിക്കാണേണ്ടുന്ന ആൾക്കാർ ഇതിലെല്ലാം മൗനാനുവാദം കൊടുക്കുകയായിരുന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കുന്ന വിഷയമല്ല ഹാഷ്മി. ഇതിന് പുറകിൽ ഇതിനേക്കാൾ വലിയ പോറ്റിമാരുണ്ട്, ഇതിനെ പുറകിൽ ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ നേതൃത്വമുണ്ട്. അപ്പോൾ അവരിലേക്ക് സംശയമുന നീളുമ്പോ വെറുതെ വാസവൻ മന്ത്രിയുടെ ഒരു വാചകമുണ്ട്, ദുരൂഹമാണെന്ന്. ഇപ്പോഴാണോ അങ്ങേക്ക് തോന്നുന്നത്? ഇവിടെ അനിൽകുമാർ പറയുന്നത് കേട്ടു, വിവാദം ഉണ്ടായത് ഇപ്പോഴല്ലേ, വിവാദം ഉണ്ടായ കാലത്തല്ല ഇതൊക്കെ അന്വേഷിക്കാൻ പറ്റൂ. നോക്കൂ, ശബരിമല പോലെ കോടാനുകോടി അയ്യപ്പ ഭക്തരുടെ ഒരു വിശ്വാസത്തെ, ആ വിശ്വാസത്തിനെ വന്നിട്ട് ഇങ്ങനെ കച്ചവടം മുതലാക്കാനായിട്ട് ഒരാൾ അഴിച്ചുകൊണ്ട് പോകുമ്പോ അതാരാണ്? ഇയാൾ എന്തുകാരനാണ്? ഇയാൾ എവിടുത്തുകാരനാണ്? ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇത് പരിശോധിക്കാനുള്ള ധാർമ്മികത ദേവസ്വം ബോർഡിനില്ലേ? അപ്പൊ ഇതൊന്നും പരിശോധിക്കണ്ടേ? ആർക്കും വന്ന് എന്തും എടുത്തോണ്ട് പോകാന്നുള്ള അവസ്ഥയാണോ ഉള്ളത്? ഈ ആറന്മുളയിലെ നമുക്ക് സംശയിക്കരുത് ഹാഷ്മി, ഈ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലെ ഓരോ ഉരുപ്പടിയും എടുത്ത് പരിശോധിച്ചാൽ സ്വർണ്ണമേത് ചെമ്പേതെന്ന് നമുക്ക് തിരിച്ച് സംശയമുണ്ടാകും. കാരണം ഇതിനകത്തൊക്കെ വലിയ തീവട്ടിക്കൊള്ളയുണ്ട്. ഈ കേരളത്തിലെ ദേവസ്വം ബോർഡ് കീഴിലുള്ള 3000-ഓളം ക്ഷേത്രങ്ങളിൽ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ നൂറുകണക്കിന് തീവട്ടിക്കൊള്ളകൾ പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ കൊല്ലത്ത് 2013 ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തില് കൊടിമരത്തിൽ സ്വർണം പൂശാനായിട്ട് 5.5 കിലോ സ്വർണം പൂശിക്കൊണ്ടുവന്ന കൊടിമരം 10 ദിവസം കഴിഞ്ഞപ്പോൾ കറുത്തുപോയത് അന്വേഷിച്ച സമയത്ത് അതിന് സ്വർണ്ണമില്ലെന്നുള്ളത് കണ്ടെത്തി. ഇത് ഒരിടത്ത് മാത്രമല്ല ഹാഷ്മി, ഇതേപോലെ നൂറുകണക്കിന് അവതാരങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഉണ്ട്. ഇവരെ പിടിക്കാനോ ഇവരെ നിലയ്ക്ക് നിർത്താനോ സാധിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി, ആർക്കും എന്തും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ ഹാഷ്മി, ഇവരുടെ കയ്യിലെങ്കാണമായിരുന്നു ആ പത്മനാഭസ്വാമി ക്ഷേത്രമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പറ്റുമോ കേരളത്തിലെ ഭക്തന്മാർക്ക്? പല നിലവറകളും ഒരു പോറ്റിയുടെ കുറച്ച് കൂട്ടുകാരുണ്ടെന്ന് വെച്ച് നമുക്ക് അടച്ചങ്ങനെ പറയലും ശരിയല്ലല്ലോ. അതിന്റെ വിശ്വാസ പ്രശ്നമൊക്കെ ഞാൻ അതിലേക്ക് എത്താം. ശ്രീ രാജു പി നായർ, ഇപ്പൊ ഇവിടെ ഹാഷ്മി ഒരു പോറ്റി മാത്രമല്ല ഹാഷ്മി, അവിടെയാണ് പ്രശ്നം. അല്ല, ഒരു പോറ്റിയുടെ സംഘം ഉണ്ടെന്ന് വെച്ചാൽ എല്ലായിടത്തും ഈ പോറ്റിമാരുടെ സംഘം ഉണ്ടെന്ന് അർത്ഥമില്ലല്ലോ സുജിതിൻ ദേവ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. രാജു പി നായർ, ഇവിടെ എന്താണ് ഇപ്പം നിങ്ങൾ രാഷ്ട്രീയമായി മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി രാജിവെച്ച് പോകാനല്ലോ, ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ദേവസ്വം മന്ത്രി രാജിവെച്ച് പോകാനല്ലോ. നിങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയമായ ആവശ്യം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വിഷയത്തിൻ്റെ ഗൗരവം ഉന്നയിക്കാനാണ്. PS പ്രശാന്ത് രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നതിൽ വിഷയത്തിൻ്റെ ഗൗരവം ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയാനെന്ന് കരുതിയാൽ മതി. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? രാജു പി നായർ, 2019 ഈ സാധനം വിളക്കിക്കൊണ്ടു പോകുന്നു, ഒരു ദേവസ്വം ഉദ്യോഗസ്ഥരും അനുഗമിക്കുന്നില്ല, തിരികെ വരുമ്പോഴേക്കും 4 കിലോ കുറവ്, കോടതി സംശയിക്കുന്നു അത് സ്വർണ്ണമാണ്, അത് തനി സ്വർണ്ണമാണെന്ന് സംശയിക്കുന്നത് ഹൈക്കോടതിയാണ്. സ്വർണ്ണമാണോ ചെമ്പ് സ്വർണ്ണമാണോ എന്ന് അന്വേഷണത്തിൽ ഇനി വ്യക്തമാകുമെന്ന് എനിക്കറിയില്ല, തെളിവൊക്കെ അവിടെ ഉണ്ടാവും, പോട്ടെ. അങ്ങനെ 4 കിലോ കുറവ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടുന്ന് ഇളക്കിക്കൊണ്ട് പോകുന്ന സാധനം തിരിച്ചു വരുമ്പോൾ തൂക്കി നോക്കാതിരിക്കുന്നു, മഹസറിൽ രേഖപ്പെടുത്താതിരിക്കുന്നു. 2019 19, 20, 21, 22, 23, 24, 25, 25 6 വർഷങ്ങളിൽ ആരും അറിയുന്നില്ല. 6 വർഷങ്ങൾ ഒരു ദേവസ്വം ബോർഡ് അംഗവും അറിയുന്നില്ല, ഒരു അന്വേഷണവും ഇല്ല. 25 ആകുമ്പോഴേക്കും വീണ്ടും അതേ പോറ്റി വരിക. അതെങ്ങനെ ശരിയാവുക? ആരെങ്കിലുമൊക്കെ അറിയണ്ടേ? കോടതി ഇടപെട്ടാൽ മാത്രമാണോ അറിയേണ്ടത് ഈ കാര്യങ്ങളൊക്കെ? രാജു പി നായർ. ഹാഷ്മി, ഒന്ന് ശ്രീ അനിൽകുമാർ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഇത് മുഴുവൻ സുബ്രഹ്മണ്യം പോറ്റിയുടെയും കുറേ ഉദ്യോഗസ്ഥരുടെയാണ്. ഈ സമാനമായ ഒന്നാണ് ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരത്ത് ഈ സർജറി എക്യുപ്മെൻറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞു കേട്ടപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞത് സിസ്റ്റത്തിൻ്റെ തകരാറാണ്.
ആ സിസ്റ്റം തകരാറ് തൻ്റെയാണ്, സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യേണ്ടതും അതിൻ്റെ ഉത്തരവാദിത്വം തനിക്കാണെന്ന് ബോധ്യമില്ലാതെ പറഞ്ഞ വീണ ജോർജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് അനിൽകുമാറോട് പറയുന്നത്. ഞാൻ അനിൽകുമാറിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹം അടുത്ത ഘട്ടത്തിൽ കൃത്യമായിട്ട് ഓരോ പോയിന്റ് വെച്ച് മറുപടി ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ പറയുക. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് ദേവസ്വം ബോർഡിന് 2019 എന്തായിരുന്നു അറിവ്? അദ്ദേഹം ഒരു ക്രിഡൻഷ്യൽസ് ഉള്ള ഒരാളല്ലെങ്കിൽ, ഈ ഇത്രയും വലിയ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ മാത്രം സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരാളാണെന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ. അയാൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ പോലും ഫയൽ ചെയ്യാത്ത ഒരാളാണ്. അയാൾക്ക് ദേവസ്വം ബോർഡ് ഉത്തരവിൽ അദ്ദേഹത്തിൻ്റെ പേരച്ചടിച്ച് അയാൾക്ക് സാധുത നൽകിയത് ആരുടെ കുറ്റം? ദേവസ്വം ബോർഡിൻ്റെ കുറ്റമല്ലേ? ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവല്ലേ? ബോർഡ് കൂടി തീരുമാനിച്ചതല്ലേ? അപ്പോൾ ബോർഡ് കൂടി തീരുമാനിച്ച ആ ബോർഡിന് ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് കൃത്യമായ ബോധ്യമുണ്ടോ? അത് പറയണ്ടേ, മറുപടി പറയണ്ടേ? ഈ മറ്റേ തട്ടിപ്പിന് നടക്കുന്നവർ ചിലപ്പോൾ വ്യാജ മറ്റേ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കൂലേ എന്ന് പറഞ്ഞ പോലെ ഈ ദ്വാരപാല ശില്പവും മറ്റെല്ലാം കൊണ്ടുപോയി നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് പിരിവെടുക്കാൻ, തട്ടിപ്പ് നടത്താൻ അയാൾക്ക് കിട്ടിയ ഏറ്റവും ആധികാരികമായ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരടിച്ച് കൊടുത്ത ഉത്തരവല്ലേ? എന്തടിസ്ഥാനത്തിൽ അയാളെ അതിനകത്ത് ചേർത്തു? 2, ദേവസ്വം ബോർഡിൻ്റെ അന്വേഷണത്തിൽ തന്നെ ഇതിനകത്ത് ക്രമക്കേട് നടന്നു എന്നുള്ള റിപ്പോർട്ട് ഉണ്ടല്ലോ. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്തുകൊണ്ട്? പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ കൊണ്ടുപോയി ചെമ്പുപാളിയിൽ ഉണ്ട്, ഒരു റിപ്പോർട്ടുണ്ട്, ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ടുണ്ട്. അതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. അപ്പൊ ദേവസ്വം ബോർഡിന് കൃത്യമായിട്ട് ഇതിനകത്ത് ക്രമക്കേടുകൾ നടന്നുവെന്നറിയാം. അങ്ങനെ ക്രമക്കേടുകൾ നടന്നു എന്നറിയാവുന്ന റിപ്പോർട്ടുള്ളപ്പോൾ എന്തുകൊണ്ട് 2025 വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരശില്പം ഇത് കൊടുത്തുവിട്ടു? അപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർക്കൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഇക്കുറിയും ഈ പറയുന്ന പോറ്റി പറഞ്ഞു ഞാൻ തന്നെ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇത്തവണ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൂടെ പോയി. അല്ല, അതാണ് പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനു മുമ്പ് നടത്തിയ ക്രമക്കേടിനെ കുറിച്ച് വ്യക്തമായിട്ട് ബോധ്യമുള്ള ബോർഡ് എന്തുകൊണ്ടാണ് വീണ്ടും അയാളെ തന്നെ ഇതിനേൽപ്പിച്ചത്? ദേവസ്വം ബോർഡിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് കയ്യിലുണ്ടല്ലോ. എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ആരെ സംരക്ഷിക്കാൻ നടപടിയെടുത്തില്ല? ആഷ്മി, ഇപ്പോൾ വളരെ കൃത്യമായിട്ട് മുൻ ദേവസ്വം പ്രസിഡന്റുമാർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം വന്നിരിക്കുന്നു. ഞങ്ങൾ പെടാൻ പോകുന്നു എന്നുള്ള ബോധ്യം വന്നതോടുകൂടിയാണ് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ഞാൻ മാത്രമല്ല നീയും കട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അനന്തഗോപനും മറ്റേ പത്മകുമാറും എല്ലാം പരസ്പരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശാന്തിനും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ ഞാൻ സൂചിപ്പിച്ചല്ലോ, ദേവസ്വം ബോർഡിന് കൃത്യമായിട്ട് ബോധ്യമുള്ള കാര്യത്തിൽ കുറ്റക്കാരനാണെന്ന് അറിയാവുന്ന ആൾക്ക് വീണ്ടും അത് കൊടുത്തുവിട്ടത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, CPMന്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് അമ്പലത്തിൽ കൊള്ള നടത്തുകയാണ്. അതാണ് ഞാൻ അദ്വൈതം സിനിമയിലെ ശേഖരനാണ് പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാൽ ഇവർക്ക് നീതീകരിക്കാൻ കഴിയാത്ത തെളിവുകൾ ഇതിനകത്തുണ്ട്. ഓക്കെ, ശ്രീ അനിൽകുമാർ, ഈ സ്മാർട്ട് ക്രിയേഷൻ അഭിഭാഷകൻ പ്രതി പറയുന്നത് ഈ പറയുന്ന ആ കമ്പനി എന്താണ് ശുദ്ധമായ ചെമ്പുപാളി മാത്രമേ സ്വീകരിക്കൂ, അതിലേ സ്വർണം പൂശാൻ കഴിയുകയുള്ളൂ. 2019 കിട്ടിയത് ചെമ്പ് പൂശിയ പാളികളാണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ മല്യ കൊടുത്ത 30 കിലോ സ്വർണ്ണം എവിടെ എന്നുള്ള ചോദ്യത്തിന് ആരാണ് മറുപടി പറയേണ്ടത്? ശ്രീ അനിൽകുമാർ, ആ പാളി എങ്ങോട്ട് പോയി? സ്വർണ്ണം എങ്ങോട്ട് പോയി? ഒന്ന്, ഇവിടെ എന്തോ ഒരു റിപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ. ഹാഷ്മിക്ക് അത് കിട്ടിയിട്ടുമില്ല. എനിക്കറിയില്ല. അത് കിട്ടിയ പിന്നെ എന്നായിരിക്കും ഹാഷ്മി? ഇന്ന് ഹാഷ്മിയുടെ ഇൻട്രോ കണ്ടപ്പോഴത്തേക്കും അതെ, ഹാഷ്മിയുടെ ഇൻട്രോയിലെ ബഹളം കണ്ടപ്പം ആ റിപ്പോർട്ട് കൂടെ ഒന്ന് കിട്ടിയിരുന്നത് എന്തായിരിക്കും കോലാഹലം? നമുക്ക് നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഹാഷ്മി ആ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പിയും ചോദിക്കാമോ? അത് താമസിപ്പിക്കരുത്, ഇന്ന് രാത്രി തന്നെ പുറത്തു വിടണം. എന്താ ഈ പ്രതിപക്ഷ നേതാവ് അത് തേങ്ങ ഉടയ്ക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ എന്തും ഇവിടെ ദുരാരോപണം ഉന്നയിക്കാൻ ഉപയോഗിക്കാം അല്ലേ? പ്രതിപക്ഷ നേതാവ് രഹസ്യമാക്കി വെച്ചിരിക്കുക. ആരെ സഹായിക്കാനാ? ഹാഷ്മി പോലും ഇത്രത്തോളം ബഹളം വെക്കുന്നു, എന്നിട്ടും പ്രതിപക്ഷ നേതാവ് കിട്ടിയ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിരിക്കുക. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോ ആണ് പോറ്റി, അല്ല പിന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ റിപ്പോർട്ട് പുറത്തുവിടാത്തത്? അപ്പോൾ പ്രതിപക്ഷ നേതാവാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യം ഇപ്പോൾ ഹാഷ്മിക്ക് ബോധ്യമായില്ലേ? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോറ്റിയുടെ കയ്യിൽ ഒറ്റയ്ക്ക് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോട്ടെ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പത്മകുമാർ ഉത്തരം പറയണം, പ്രശാന്ത് ഉത്തരം പറയണം, നിങ്ങളിവിടെ പറഞ്ഞ അനന്തഗോപന് ഉത്തരം പറയണം. ദേവസ്വം ബോർഡ് ഒരിക്കലും ഒരു പോറ്റിക്കും ഒറ്റയ്ക്ക് ഇത് കൊടുത്തുവിടാൻ തീരുമാനിച്ചിട്ടില്ല.
അതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണം കമ്മീഷണറാണ്. AK സെൻറ്ററിൽ നിന്ന് വെച്ചിട്ടുള്ള ആളല്ല. UDFൻ്റെ കാലത്തുമൊക്കെ ഇവിടെ തന്നെ ജോലിയിടുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ പ്രൊമോഷനായിട്ട് വന്നവരാണ് അവരൊക്കെ തന്നെ. മൂന്നാമത്തത് BJPയുടെ ഒരു നേതാവ് പറഞ്ഞല്ലോ, അവർക്ക് ഈ അമ്പലങ്ങൾ വിഴുങ്ങുന്ന ഒരു പരിചയമില്ല കേട്ടോ. അതുകൊണ്ട് അയോധ്യയിലെ വിഴുങ്ങൽ നമുക്കറിയാമല്ലോ. ഞാനിപ്പോൾ അതിന് നേരം കളയുന്നില്ല. കുറഞ്ഞ പക്ഷം ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ആ ബാലഗോകുലം നടത്തുന്ന കോടികളുടെ തട്ടിപ്പുണ്ടല്ലോ, ശ്രീകൃഷ്ണ ജയന്തി അമ്പലത്തിലെ കണക്കിലില്ലല്ലോ, ദേവസ്വത്തിൻ്റെ കണക്കിലില്ലല്ലോ. എത്ര കോടി പിരിക്കുന്നുണ്ട്? ബാലഗോകുലത്തിന് അക്കൗണ്ട് ഉണ്ടോ? ബാലഗോകുലത്തിന് എവിടെയെങ്കിലും അക്കൗണ്ട് ഉണ്ടോ? കുഞ്ഞുങ്ങൾക്ക് എവിടെയെങ്കിലും അക്കൗണ്ട് ഉണ്ടോ? കുഞ്ഞുങ്ങളുടെ പേരിൽ RSSകാർ പിരിച്ച് നാട് മുഴുവൻ വിഴുങ്ങുകയല്ലേ. ആ വിഴുങ്ങുന്നവരാണ് നാട്ടിൽ വന്നിട്ട് പറഞ്ഞിട്ടിരിക്കുന്നത്. അത് വ്യക്തമാക്കിയിട്ട് പറയുന്നു. ഒരു വെള്ളി രൂപയുടെ കണക്കൊന്ന് പറയും. ബാലഗോകുലം നാട്ടിൽ നടത്തുന്ന പിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. എവിടെയാണ് ബാലഗോകുലം എന്ന് പറയുന്ന കുട്ടികളുടെ സംഘടന ബാലഗോകുലം നാട്ടിൽ ശോഭായാത്ര നടത്തുന്നുണ്ടോ? അതുകൊണ്ട് ബാലഗോകുലത്തിന്റെ ശോഭായാത്ര പണപ്പിരിവ് നടത്തുന്നുണ്ടോ? ആ നാട് മുഴുവൻ കക്കുകയാണ്. ബാലഗോകുലത്തിന്റെ പേരിൽ നാട് മുഴുവൻ ശ്രീകൃഷ്ണജയന്തി നടത്തുന്നുണ്ട്. വളരെ കങ്കേമമായിട്ട്. എന്റെ സമയമല്ലേ ഇത്? നിങ്ങൾ തെളിവ് സഹിതം പറയും. പറയുന്ന സ്ഥലമല്ല. ആൾക്കാർ കാണുന്നത്. ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് പോകരുത്. പാട്ട എടുക്കുന്നതാണെന്ന് അല്ല അനിൽകുമാർ ഒരു ആരോപണം ഉന്നയിക്കുന്നു, അതിന് മറുപടി താങ്കൾ പറഞ്ഞോളൂ. അനിൽകുമാർ ആരോപണം ഉന്നയിക്കുന്നു, ആരോപണത്തിന് മറുപടി താങ്കളുടെ ഊഴത്തിൽ ഞാൻ വരാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശരത്കുമാർ പറഞ്ഞു പൂർത്തിയാക്കോട്ടെ. അല്ലല്ല, അങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന എന്തിനാണ് ഞാൻ? അല്ല താങ്കളുടെ ഊഴത്തിൽ മറുപടി പറയൂ. താങ്കളുടെ ഊഴത്തിൽ മറുപടി പറയൂ അനിൽകുമാർ. ശരി 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 ശരി. ഞാനായിട്ട് അങ്ങയുടെ ചർച്ച. RSS രജിസ്റ്റർ ചെയ്ത സംഘടനയല്ല. RSSന്റെ 100ാം വാർഷികമാണല്ലോ. RSS രജിസ്റ്റർ ചെയ്ത സംഘടനയല്ല. RSSന് പാൻ കാർഡില്ല. RSSന് ഭരണഘടനയില്ല. ഈ ബാലഗോകുലം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സംഘടനയാണ്. അതിന് ഏത് തരത്തിലാണ് ബാങ്ക് അക്കൗണ്ട്? കുട്ടികളാണ് ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത്. ഈ നാട് മുഴുവൻ പിരിക്കുകയല്ലേ. എത്ര കോടി? എവിടെയാണ് കണക്ക് ഹാജരാക്കുന്നത്? ആ കണക്കൊന്ന് കാണിച്ചു തന്നെ. ഞങ്ങൾ പരിശോധിച്ചിട്ട് ബാലഗോകുലം കോടികൾ പിരിക്കുന്നു, ഒരു കണക്ക് ഹാജരാക്കുന്നില്ല. ശ്രീകൃഷ്ണൻ്റെ പടം വെച്ചാൽ പിരിക്കുന്നത്. അപ്പോൾ ഒരു പോറ്റിയല്ല, ഓരോ ബാലഗോകുലം വലിയ പോറ്റിമാരാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നാക്കാൻ ഇറങ്ങണ്ട. ആ വിദ്വാനൂടെ പറയുകയാണ്. എന്താണ്? സ്ട്രോങ് റൂമെല്ലാം പരിശോധിക്കണം. മിസ്റ്റർ സ്ട്രോങ് റൂമെല്ലാം 18 എണ്ണം ഉണ്ടെന്ന്. അതിലാണ് ABC കണക്കുണ്ടെന്ന്, എല്ലാത്തിലും CCTV ഉണ്ടെന്ന്, അതിന് ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന്, പരിരക്ഷയുണ്ടെന്ന്. പിന്നെ ഏതോ ഒരു നിങ്ങൾ ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാല വിഴുകിയത് കേട്ടിട്ടില്ലേ? അവിടെ തന്നെ ഈയിടെ കാണാതെ പോയ സാധനം പിന്നീട് എവിടെയോ കണ്ടുകിട്ടിയല്ലോ. എവിടെയാ? തിരുവനന്തപുരത്തെ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ഐവറി ത്രോൺ കേട്ടിട്ടുണ്ടോ? ദന്തസിംഹാസനം കേട്ടിട്ടുണ്ടോ? മനോജ് പിള്ളയുടെ വായിച്ചിട്ടുണ്ടോ? ദന്തസിംഹാസനം എന്താണ് രാജകുടുംബത്തിൽ ചീഞ്ഞു നാറിയത്? അത് താങ്ങാൻ നടക്കുക നിങ്ങൾ. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഒരു സാധനവും കൊടുത്തു വിട്ടിട്ടില്ല. രണ്ടാമത്, മല്യ എന്ന് പറയുന്ന ആൾ വിജയമല്യ ചെയ്തതെല്ലാം കറക്റ്റാണ്. കറക്റ്റ് സ്വർണ്ണപ്പാളിയാണ്. അത് കറക്റ്റാണ്. ഇന്ത്യ മുഴുവൻ വിറ്റിട്ട് നാട് വിട്ടുപോയ വിദ്വാനാണ് വിജയമല്യ. അയാൾ ഇവിടെ നടപ്പാക്കിയത് മുഴുവൻ കൃത്യം തനി തങ്കം. അത് കൊള്ളാം എന്ന് പറഞ്ഞ 30 കിലോ സ്വർണ്ണമേ ആകെ ഉപയോഗിച്ചുള്ളൂ. 30.3 എന്ന് പറയുന്നത് PS പ്രശാന്താ. 3000 കിലോ വിജയമല്യ സ്വർണ്ണം അടിച്ചു എന്ന് പറഞ്ഞത് PS പ്രശാന്താണ്. അല്ല കോടതിയാണ്, രേഖകളാണ്. എന്നിട്ട് വിജയമല്യ പിന്നെ നാട് കടന്നപ്പോഴത്തേക്കും വിജയമല്യ ചെമ്പിലാണോ സ്വർണ്ണം അടിച്ചത്? ഹാഷ്മി ഒന്ന് കേൾക്കൂ പ്ലീസ് 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 പ്ലീസ്. 3000 കിലോ ചെമ്പിലാണോ 30 കിലോ സ്വർണ്ണം അടിച്ചത്? നമ്മളുള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടില്ലേ പണിക്കര്? 3000 കിലോ ചെമ്പില് 30 ഗ്രാം സ്വർണ്ണം അടിക്കുന്നു. 30 പവൻ സ്വർണ്ണം അടിക്കുന്നു. 30 കിലോ സ്വർണ്ണം അടിക്കുന്നു. യു ആർ കറക്റ്റ്. ഓക്കെ, യു ആർ കറക്റ്റ്. 30 കിലോ സ്വർണ്ണം അടിക്കുന്നു. ആ 30 കിലോയും ഈ പറയുന്ന ദ്വാരപാലക ശില്പത്തിലാണോ? ശില്പത്തിൽ എത്രയുണ്ട്? പിന്നെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം രാഹുൽ ഈശ്വറിനോടാ. ഈ തന്ത്രിമാരവിടെ ഉള്ളവരെല്ലാം ഇതിന് കൂട്ടുനിൽക്കുന്നവരാണോ? അവിടെ വിജയമല്യ ചെയ്തത് കറക്റ്റായിരുന്നെങ്കിൽ എന്തിനീ ഇത് 2019 എടുത്തുകൊണ്ട് പോകാൻ തന്ത്രി അനുവദിക്കണം?
തന്ത്രി അനുവദിക്കാതെ തൊടാൻ പറ്റുമോ? അപ്പോൾ പ്രഭമങ്ങി, ആ സ്വർണമെന്ന് പറയുന്നത് പ്രഭമങ്ങി എന്ന് തന്ത്രിക്ക് ബോധ്യം വരാതെ എടുക്കാൻ സമ്മതിക്കുമോ? ഭഗവാന്റെ അനുജ്ഞയില്ലാതെ സമ്മതിക്കുമോ? കേൾക്കുമ്പോൾ അങ്ങനെയെങ്കിൽ പ്രഭമങ്ങിയ സ്വർണം എന്ന് ആ ഉത്തരവ് വേണ്ടേ? ഉത്തരവ് ഈ സ്വർണം എന്ന് കമാന്ന വാക്കില്ലാത്ത എന്താ ശ്രീ കെ അനിൽകുമാർ? അതാണ് ശരി. പ്രഭമങ്ങിയ സ്വർണം അല്ലെങ്കിൽ 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 നിലവാരം കുറഞ്ഞ സ്വർണം പൂശിയ ചെമ്പുപാളി. അതാ എന്റെ ചോദ്യം എന്താണ്? സ്മാർട്ട് ക്രിയേഷൻ പറയുന്നത് ഞങ്ങൾ ഈ പറയുന്ന സ്വർണം പൂശിയ ചെമ്പുപാളി എടുക്കില്ല, ഞങ്ങൾ എടുക്കുന്നത് ശുദ്ധമായ ചെമ്പുപാളി മാത്രമേ എടുക്കുകയുള്ളൂ, ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പ് പൂശിയ പാളി ഞങ്ങൾക്ക് കിട്ടി എന്നാണ് സ്മാർട്ട് ക്രിയേഷന്റെ അഭിഭാഷകം ഇപ്പൊ പറയുന്നത്. കേൾക്കുമാർ, അപ്പൊ സ്വർണം എവിടെ പോയി? അത് ആരുത്തരം പറയോ അതിന്? ഓക്കെ അപ്പൊ ഇനിയിപ്പോ അതിനുത്തരം പറയാം. ഒന്നാമത്തെ പോയിന്റ്, ഇത് 99 ഉണ്ടായ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ച് കോടതി കൊടുക്കാൻ പോകുന്നൊരു കാര്യത്തിന് ഞാൻ ഉത്തരം പറയുന്നത് എങ്ങനെയാണ്? എനിക്കുള്ള ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ. ഒന്ന്, 99 എന്തുകൊണ്ട് ഇത് ഇളക്കാൻ കാരണം വിജയമല്യ കൊടുത്തത് അത് നിർവഹിച്ച മറ്റു ഭാഗത്തുള്ളതുപോലെ സ്വർണം പതിച്ചിരുന്നെങ്കിൽ ഇതെടുത്തു കൊടുക്കാൻ തന്ത്രി അനുവദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം തന്ത്രി ഇത് എടുത്തു കൊടുക്കാൻ അനുവദിച്ചതിൽ എന്തോ ഒരു കാര്യമുണ്ട്. തന്ത്രിയുടെ അനുവാദമില്ലാതെ ഈ ഫയൽ ഓപ്പൺ ആവില്ല. അതുകൊണ്ട് ആദ്യം തന്ത്രിയോട് ചോദിക്കണം. വിജിലൻസും തന്ത്രിയുമായി ഇത് ചോദിച്ച് മനസ്സിലാക്കട്ടെ, അപ്പം നമുക്ക് ഒരു ഉത്തരം കിട്ടും. രണ്ടാമത്തെ കാര്യം, തിരിച്ചു കൊണ്ടുവന്നതിൽ സ്വർണമുണ്ടോ ചോദ്യം. മനസ്സിലായില്ലേ? ഇപ്പം അവിടെ ഇരിക്കുന്നതിൽ സ്വർണമുണ്ടോ ചോദ്യം. എത്ര പൗൺ സ്വർണം കാണും? കണക്കുണ്ടാവുമല്ലോ. 40 കൊല്ലത്തേക്ക് ഗ്യാരണ്ടി തന്നൊരു സ്ഥാപനം അവിടെ ഇപ്പുണ്ട്. 40 കൊല്ലത്തേക്ക് ഗ്യാരണ്ടി തന്ന ഒരു സ്ഥാപനം അവിടെയുണ്ട്, സ്മാർട്ട് ക്രിയേഷൻസ്. അങ്ങോട്ടാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയ വഴിക്ക് ഇയാൾ വീട്ടിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആരോപണം. വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി സഹായിച്ചത് ഈ പറയുന്ന ദേവസ്വം തിരുവാഭരണ കമ്മീഷണറായിരിക്കും. അത് സർക്കാർ അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒറ്റയ്ക്കൊരു പോറ്റിയുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ അനുവദിച്ചിട്ടില്ല. ഞാൻ ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ പോയിന്റ്, ഇത് ഗ്യാരണ്ടിയുള്ളൊരു സ്ഥാപനത്തിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കേണ്ടത് ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിൽ സ്വർണമോ ചെമ്പോ അടിച്ചു മാറ്റുന്ന കാര്യം നടക്കത്തില്ല. പിന്നെന്ത് സംഭവിച്ചു? പരിശോധിച്ച് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ, അയ്യപ്പ വിശ്വാസികളുടെ മുന്നിൽ എത്തിക്കാനാകും. ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണം. അയ്യപ്പ സംഗമത്തോടെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും അടച്ചിട്ടുണ്ട്. ഇവിടെ താങ്കൾ തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലുള്ള ഈ പറഞ്ഞ ഉത്തരവിനെ പറ്റി പരിഹസിച്ചു. അങ്ങനെ അന്വേഷണവും ഇല്ല, അങ്ങനെ അന്വേഷണ റിപ്പോർട്ടും ഇല്ലെങ്കിൽ ആ സമയത്തെ ദേവസ്വം ബോർഡ് അത്രത്തോളം കഴിവുകെട്ട ദേവസ്വം ബോർഡായിരുന്നു പത്മകുമാര ദേവസ്വം ബോർഡ് താങ്കൾ പറയുകയാണ്. കാരണം എന്താണ്? തിരിച്ചു വന്ന 4 കിലോ കാണാനില്ല. 4 കിലോ കാണാതെ ആരും അറിയുന്നില്ല, ആരും അന്വേഷിക്കുന്നില്ല. അന്വേഷണം ഉണ്ടാവാത്ത കാര്യം അവിടെ ഇരിക്കുന്നു. ലാസ്റ്റ് 6 വർഷങ്ങളിപ്പുറം കോടതി കാണുമ്പോൾ മാത്രമാണ് ആ 4 കിലോ കുറവ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ദേവസ്വം ബോർഡ് എന്തിനായിരുന്നു എന്ന് ചോദ്യം ഉണ്ടാവില്ലേ? VS ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് രമേശ് റാവു എന്നൊരാൾ പറയുന്നു, ഈ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്, അല്ല 25 19 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം കൊടുത്തത് ഞാനാണ് എന്ന് രമേശ് റാവു എന്നൊരാൾ പറയുന്നു. അത് ഞാൻ അയ്യപ്പൻ്റെ വിശ്വാസിയാണ്, ആ വിശ്വാസം കൊടുത്തതിന് ഞാൻ ഭാഗ്യമായി കരുതുന്നു. അപ്പോൾ അതിനും പണം മുടക്കിയിരിക്കുന്നത് ആരല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല. വേറെ വിനീത് ജെയിൻ എന്ന് പറയുന്ന വേറൊരു കച്ചവടക്കാരൻ പറയുന്നു അയ്യപ്പന് സ്വർണം കൊടുത്തത് ഞാനാണ്. അപ്പോൾ അങ്ങനെ എത്ര വിനീത് ജെയിൻമാരെടുത്തു നിന്ന്, എത്ര രമേശ് റാവുമാരെടുത്തു നിന്ന്, എത്ര പാവങ്ങൾ ഇതെൻ്റെ സ്വർണ്ണമാണെന്ന് വിശ്വസിച്ചിരിക്കുന്നുള്ളത് അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ. ശ്രീ VS ചിതിൻ്റെവ് ഇപ്പോൾ എല്ലാവരും അയ്യപ്പ ഭക്തരാവണമെന്നില്ല. അയ്യപ്പ ഭക്തരല്ലാത്തവർക്ക് ഒരുപക്ഷെ 4 കിലോ സ്വർണം അല്ലെങ്കിൽ 4 കിലോ വെള്ളി എന്നുള്ളത് അതിന് മെറ്റീരിയൽ സ്വഭാവമേ ഉള്ളൂ. അയ്യപ്പ ഭക്തരായവർക്ക് എന്താണ്? 4 കിലോ സ്വർണ്ണമാവട്ടെ, 4 കിലോ ചെമ്പാവട്ടെ, 4 കിലോ വെള്ളിയാവട്ടെ, 4 കിലോ കരിക്കട്ടയാവട്ടെ, അതിന് മൂല്യം പ്രൈസ്ലെസ് ആണ്. ആ 4 കിലോ കാണാതെ പോയി, അതിന് മറുപടി വേണം. അത് അയ്യപ്പക്തർക്ക് മാത്രമല്ല, കേരളത്തിന് മറുപടി വേണം. ശ്രീ VS ജിതിൻ്റെവ്. ഹാഷ്മി, അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. പക്ഷേ അതിനു മുമ്പ് ശ്രീ അനിൽകുമാർ ചോദിച്ച ചില കാര്യങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ അത് വളരെ മോശമായി പോകും. അദ്ദേഹം ചോദിച്ചത് RSS ഒരു പാൻ കാർഡ് ഉണ്ടോ, കണക്കുണ്ടോ എന്നൊക്കെ. ശ്രീ അനിൽകുമാർ, RSS എന്ന് പറയുന്ന സംഘടന 100 വർഷം പഴക്കമുള്ള സംഘടനയാണ്. രാജ്യം നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയപ്പോൾ രൂപീകരിച്ച സംഘടനയല്ല. അതുകൊണ്ട് RSSന് കൃത്യമായിട്ട് കണക്കില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, ഞങ്ങളെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്, എന്നേ ഇതെല്ലാം അടച്ചു പൂട്ടിച്ചേനെ. എന്തേ പൂട്ടിക്കഴിഞ്ഞത്? അപ്പോൾ RSSന് കണക്കുണ്ട്, RSSന് പാൻ കാർഡുണ്ട്, RSSന്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളെപ്പോലെ പാട്ട വിരിച്ചും ജനങ്ങളെ പറ്റിച്ച് തടിച്ചു കൊടുത്ത പാർട്ടിയല്ല. ഞാൻ വ്യക്തിപരമായി ഉന്നയിച്ചോ, ഞാൻ ഈ സിസ്റ്റത്തിന് നേരെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ കയറി കൊണ്ടത്? അപ്പൊ നിങ്ങളുടെ മൂട്ടിൽ തടവി നോക്കിയാൽ മതി, അവിടെ ഉണ്ട് കോഴിപ്പൂട. കേട്ടോ?
അല്ല ഞാൻ പറഞ്ഞു, അല്ല RSS മെമ്പർഷിപ്പ് ഉണ്ടോ? മെമ്പർഷിപ്പ് ഇല്ലാതെ പാൻ കാർഡ് ഭരണഘടനയില്ല. നമ്മുടെ വിഷയം അതല്ല. എന്നാലും ഹാഷ്മി മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു സംഘടന 100 വർഷം ഒരു പിളർ പോലും ഇല്ലാതെ ഭരണഘടനയില്ലല്ലോ. ഭരണഘടനയുണ്ടോ? ആണോ ഹാഷ്മിയുടെ ബാക്കിയുള്ളതൊക്കെ അല്ലല്ല, അത് പറഞ്ഞു. ചർച്ച ചെയ്യാന്നേ, ഞാൻ തയ്യാറാ. ഭരണഘടനയും വിശ്വാസ സംഘമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്തുവാ നിങ്ങളുടെ തത്വശാസ്ത്രം? വൈരുദ്ധാത്മിക ഭൗതികവാദം എന്ത് പറ്റി? ഭൗതികവാദത്തിന് ഇപ്പൊ എന്ത് പറ്റി? വർഷമായില്ലേ ഒരു വന്നിരുന്നിട്ട് നിങ്ങളെ നാട്ടിലെ പാവത്തങ്ങളായിട്ടുള്ള അയ്യപ്പ ഭക്തരുടെ പൈസ കട്ട് തിന്നാൻ വേണ്ടി ഹാഷ്മി നിങ്ങൾക്ക് ഭരണഘടനയുണ്ടോ? RSS എന്തേ നശിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും ഒക്കെ മുതൽ കട്ടുമുടിച്ചതിന് ശേഷം ഹാഷ്മി ഇവിടെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അനിൽകുമാർ വലിച്ചുകൊണ്ട് പോകരുത്. അനിൽകുമാർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കരുത്. മറുപടി പറയേണ്ടി വരും. ഇവിടെ ഹാഷ്മി ഈ പീഡം കണ്ടെത്തിയ ദിവസം, അതായത് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഡം കണ്ടെത്തിയ ദിവസം ഇദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് ശ്രീ ഈശ്വരൻ പോറ്റി എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഒരു വാചകമുണ്ട്, ഇതുപോലെ പല സാധനങ്ങളും ഇവിടെ ഇദ്ദേഹം കൊണ്ടുവെക്കും, ഉണ്ണികൃഷ്ണൻ കൊണ്ടുവെക്കും, കുറച്ച് ദിവസത്തിന് ശേഷം എടുത്തുകൊണ്ട് പോകും. ഇതെന്താണ്? ഈ പീഡം പോലുള്ള മറ്റു സാധനങ്ങൾ എന്താണ് പരിശോധിക്കേണ്ടേ ഹാഷ്മി? ഇതുപോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായ കയ്യിൽ പൈസ ഇല്ലാത്ത പാവങ്ങളുണ്ടല്ലോ, അവരോട് വീട്ടിൽ പോവില്ല, കാശാറ് വീട്ടിലേ പോകുള്ളൂ. ശരി, ഞാൻ സമയം കഴിയാണ്. രാജീവ് പിന്നാർ ചുരുങ്ങിയ വാക്കുകൾ മറുപടി പറയാം. അവിടെ പോകില്ലെന്നേ. ശരി, രാജീവ് പിന്നാർ ഇതിൽ രാഷ്ട്രീയമില്ല. അല്ലല്ലേ, രാജീവ് പിന്നാർ ഇതിൽ രാഷ്ട്രീയമില്ല. നമ്മൾക്ക് മുന്നിൽ എന്താണ്? ശബരിമലയുടെ വിശ്വാസം തിരിച്ചു പിടിക്കണം. അല്ല ഹാഷ്മി, ഞാൻ രാഷ്ട്രീയം ഞാൻ ഇവിടെ പറഞ്ഞു. ഈ വിഷയത്തെ സംബന്ധിച്ച് കോടതി ഏറ്റവും സുപ്രധാനമായ ചോദ്യങ്ങൾ ചോദിച്ച ജഡ്ജ്മെന്റിൽ ആരുടെ റിപ്പോർട്ട് പ്രകാരമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ജഡ്ജ്മെന്റ് തന്നെ ദേവസ്വം കമ്മീഷൻ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ ബേസിലാണ്. അപ്പോൾ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് മുക്കി? അല്ലല്ല, ആ ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ടാണ്. അല്ലല്ല, ആ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിലേക്ക് ഈ വിഷയം എത്തുന്നതും ഹൈക്കോടതി ഇതൊക്കെ എത്തുന്നതും ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നതും. ഇനിയും കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. അത് വരട്ടെ, കള്ളന്മാർ കുടുങ്ങട്ടെ. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.